പ്രിയപ്പെട്ടവരെ, വളരെ ഒരർത്ഥത്തിൽ വളരെ സെൻസിറ്റീവായ ഒരു വിഷയമായി വഖഫ് ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ന നിലയിൽ വരെ വിശേഷിപ്പിക്കപ്പെട്ട ഒന്നാണ് വഖഫ് സ്വത്തുക്കളും വഖഫ് ഇടപാടുകളും. സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് വഖഫുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. അതിനകത്ത് പറയുന്നത് പ്രധാനമായും ഈ വഖഫ് സ്വത്തുക്കൾ ശരിയായ നിലയിൽ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ മുസ്ലിങ്ങളുടെ പിന്നാക്കാവസ്ഥക്ക് വലിയ പരിഹാരമുണ്ടാക്കാൻ സാധിക്കും എന്ന നിലയിലാണ്. അതിലെ കണക്കുകൾ നമ്മളിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കോടികളുടെയും ലക്ഷം കോടികളുടെയൊക്കെ കണക്കുകളൊക്കെ ഈ റിപ്പോർട്ടിനകത്ത് ആധികാരികമായി കണ്ടെത്തി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഒരു വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് അതൊരു നേരത്തെയുള്ള വഖഫ് നിയമത്തിൻ്റെ ഒരു ഭേദഗതി എന്നതിനെ പറയാനേ പറ്റില്ല. അതൊരു പുതിയ വഖഫ് നിയമമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇക്കാലം വരെ ഉണ്ടായിട്ടുള്ള നിയമങ്ങളുടെ എല്ലാം കടക്കൽ കത്തിവെക്കുകയും അവയുടെ എല്ലാ മൂല്യങ്ങളെ നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു നിയമമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. 1857 വിപ്ലവത്തിന് ശേഷം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷ് രാജ്ഞി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് അധികാരമേറ്റപ്പോൾ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളിലൊന്ന് മുസ്ലിം വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിന് അവരുടേതായ ഒരു സമിതിയും നിയമവും ചട്ടങ്ങളും ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉൽപ്പന്നം തന്നെയായിരുന്നു വഖഫ് നിയമങ്ങൾ. 1863 വഖഫ് നിയമം, 1923 മുസൽമാൻസ് വഖഫ് ആക്ട് മറ്റൊരു അടിത്തറയായിട്ട് വേണമെങ്കിൽ പറയാവുന്നതാണ്. നമ്മുടെ ഭരണഘടനയിൽ, ഞാൻ ആമുഖമായി ഇത്രയും പറയുന്നു എന്നുള്ളൊരു ആമുഖം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ, നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 26 വളരെ വ്യക്തമായി മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ, അത് മുസ്ലിങ്ങളുടെ എന്നല്ല ഏത് മതവിഭാഗത്തിൻ്റെയും സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിനും ആർജിക്കുന്നതിനും അവ സ്വരൂപിക്കുന്നതിനുമുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അധികാരം, അവകാശം മൗലികമായി ഭരണഘടന ആർട്ടിക്കിൾ 26 നൽകിയിരിക്കുന്നു. 1954 ഓൾ ഇന്ത്യ വഖഫ് നിയമം ഉണ്ടായിട്ടുണ്ട്. 1995 വീണ്ടും ഒരു വഖഫ് നിയമം ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മളിന്ന് വലിയ തോതിൽ പരാമർശിക്കപ്പെടുന്ന നിയമം. 2013 വഖഫിൻ്റെ അന്യാധീനവുമായി ബന്ധപ്പെട്ട് 95 നിയമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. പിന്നീട് ഇപ്പോഴുള്ള നിയമവും നിലനിൽക്കുന്നു. 2013 വരെയുള്ള നിയമങ്ങളെ മുഴുവൻ, അതിലുള്ള അടിസ്ഥാനപരമായ തത്വം എന്ന് പറയുന്നത് അതത് മതവിഭാഗങ്ങളുടെ സ്വത്തുക്കൾ അവർ തന്നെ കൈകാര്യം ചെയ്യട്ടെ, അവരുടെ മതമൂല്യങ്ങൾക്കനുസരിച്ച് കൈകാര്യം ചെയ്യട്ടെ എന്ന തത്വത്തെ മാറ്റി നിർത്തുകയും വഖഫ് സ്വത്തുക്കളിലേക്ക് കടന്നു കയറാൻ, ഭരണകൂടം കടന്നു കയറാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച. ഇതൊരു കാരണവശാലും ഇതൊരു നിയമപരമായ പ്രോസസ്സാണെന്നോ ഇതെന്തെങ്കിലും നിയമത്തിൻ്റെ കുഴപ്പങ്ങൾ മാറ്റുന്നതിനുള്ള സംഗതിയാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അത് വംശഹത്യാപരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ സാറേ, അത് ഇച്ചിരി കഷ്ടമല്ലേ ജനോസൈഡൽ എന്നൊക്കെ പറയുന്നത്? വംശഹത്യ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ആളുകളെ കൊല്ലലല്ല, മറിച്ച് ആ ജനോസൈഡിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടന്നിട്ടുള്ളത് വളരെ ഗ്രാജ്വലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ ചരിത്രം ഇല്ലാതാക്കുക, അവർ ഉപയോഗിക്കുന്ന എല്ലാത്തിനെയും ഡെമണൈസ് ചെയ്യുക, അവരുടെ സ്വത്തുക്കളും അടിസ്ഥാനവുമായ കാര്യങ്ങളെ അവരിൽ നിന്ന് അകറ്റുക, അവരുടെ ഉപജീവന മാർഗങ്ങളെ മാറ്റുക, അങ്ങനെ അവർ നിരാശ്രയരാക്കി മാറ്റുക, ഏലിയനൈസ് ചെയ്യുക. ഇങ്ങനെ കുറേ ഘടകങ്ങളുടെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ വംശഹത്യ എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടം മാത്രമാണ് ശാരീരികമായ ആക്രമണം, ആട്ടിയൊടിക്കൽ എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ
നിങ്ങൾ അനുവദിക്കുമെങ്കിൽ ഈ നിയമത്തെ ജനോസൈഡൽ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാവുന്നതാണ് എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ഇത് സംബന്ധിച്ച് വളരെ വിശദമായും ആധികാരികമായും സംസാരിക്കാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തിയെ തന്നെയാണ് നമ്മൾ ഇവിടെ ക്ഷണിച്ചിട്ടുള്ളത്. അദ്ദേഹം വളരെ തിരക്കുകൾക്കകത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഈ BKF-ൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നു. നേരത്തെ ഞങ്ങൾ ഓഫ് റെക്കോർഡ് സംസാരിച്ചപ്പോൾ BKF-ലെ വിഷയവൈവിധ്യത്തെക്കുറിച്ച് അദ്ദേഹം വളരെ സന്തോഷത്തോടെ സംസാരിക്കുകയുണ്ടായി. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനെ ഞാൻ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ ചർച്ചയിലേക്ക്, സംവാദത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എനിക്ക് ആദ്യമായി തന്നെ ചോദ്യങ്ങളൊന്നുമില്ല കേട്ടോ സർ, നമ്മളിങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യമായി എനിക്ക് തോന്നുന്നത് ഈ വഖഫിൻ്റെ ഒക്കെ അന്യാധീനവും ഡൽഹിയൊക്കെ കേന്ദ്രീകരിച്ച് അതിനെ നേരിട്ട് കാണുകയും ചെയ്തൊരു വ്യക്തി എന്നല്ലേ, വഖഫ് സ്വത്തുക്കൾ എങ്ങനെയാണ് ഉണ്ടായിത്തീരുന്നത്, അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്താണ്, അത് മുസ്ലിം ജീവിതവുമായി എത്രയൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിലേക്ക് കുറച്ച് പോകാമെന്ന് തോന്നുന്നു. ആശയങ്ങളുടെ വൈവിധ്യം എന്ന് ഞാൻ പറഞ്ഞു. ഈ നോട്ടീസ് കണ്ടപ്പോൾ ഏകദേശം 80ഓളം സെഷനുകൾ നിങ്ങളിപ്പോൾ ഈ 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. 80 സെഷനുകൾ എന്ന് പറയുമ്പോൾ 80 ടോപ്പിക്കുകളാണ്. 80 ടോപ്പിക്കുകളിൽ ഇതേപോലെ തന്നെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട 2-3 പേരെ നിങ്ങൾ വിളിക്കുന്നു. ഇത് ചെറിയ കാര്യമൊന്നുമല്ല, വലിയ ഒരു കാര്യം തന്നെ ഞങ്ങൾ ചെയ്തത്. കാരണം ഞാനിപ്പോൾ പറയുകയാണ്, ഞങ്ങൾ ഡൽഹിയിൽ വെച്ചിട്ട് ഇങ്ങനെ ലെക്ചറുകളും സെമിനാറുകളും എല്ലാം നമ്മൾ നടത്താറുണ്ട്. ഡൽഹി KMCCയും അല്ലെങ്കിൽ ഡൽഹി KMW എല്ലാം നടത്താറുണ്ട്. നടത്തുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത് ഏത് ടോപ്പിക്കാണ്, ഏത് വിഷയമാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടത്. ആ വിഷയം ഇനിയിപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ തന്നെ ആരെയാണ് വിളിക്കേണ്ടത്, ആ വിഷയത്തിൻ്റെ എക്സ്പേർട്ട് ആരെയാണ് വിളിക്കേണ്ടത് എന്നെല്ലാം ദിവസങ്ങളോളെടുത്തിട്ടാണ് നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാറ്. നിങ്ങളിവിടെ 80 ടോപ്പിക്കുകൾ, 80 സെഷൻ, ഏകദേശം 200ഓളം വരുന്ന ഗസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന് പിന്നിലെടുത്തിരിക്കുന്ന കഠിനാധ്വാനം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ ഞാൻ അംഗീകരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരെയും അതിനെ ഞാൻ അഭിനന്ദിക്കുകയും കൂടിയാണ്. അതിനുശേഷം ഇങ്ങോട്ട് വന്നപ്പോഴാണ് നിങ്ങളുടെ ഈ വെന്യൂവിൻ്റെ തീമുകൾ കണ്ടിട്ട്, അതും ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നോവലായിട്ട് തന്നെ തോന്നി. ഒരു മണ്ണ് എന്ന് പറഞ്ഞ തീം, ആ മണ്ണ്, അതുപോലെ അപ്പുറത്ത് വേറെ ഒരു തീം. അപ്പോൾ ആ തീമിലൊക്കെ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ ചർച്ച നടക്കുമ്പോൾ ചർച്ചയ്ക്ക് തന്നെ നമുക്കിവിടെ സംസാരിക്കാൻ തന്നെ ഒരു സുഖം തോന്നും. നമ്മളൊരു കോൺഫറൻസ് ഹാളിൻ്റെ ഉള്ളിലിരുന്ന് ചർച്ച ചെയ്യുന്നേക്കാളും ഇതേപോലെ ഇരിക്കുമ്പോൾ എന്തായാലും വലിയ സന്തോഷം ഇവിടെ വന്നത്. ഞാനിതിവിടെ ആദ്യമായിട്ടല്ല വരുന്നത്. ഞാനൊരു റിപ്പബ്ലിക് ഡേ പരിപാടിയുമായിട്ട് അനുബന്ധിച്ച് ഇതേപോലെ തന്നെ ഒരു ചെറിയൊരു ഇൻറ്ററാക്ഷന് വേണ്ടിയിട്ട് ഞാൻ വന്നിരുന്നു ഇവിടെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ്. എന്തായാലും എൻ്റെ 2ാമത്തെ വരവാണ്. വന്നതിൽ വലിയ സന്തോഷം എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് മുസ്തഫ സൂചിപ്പിച്ചതുപോലെ വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയമാണ്. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യാതിരിക്കാനും പറ്റില്ല. തിരക്കുകളുണ്ട് എന്ന് പറഞ്ഞു. തിരക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഇരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് ചോദിക്കും. കാരണം നാളെ വഖഫിൻ്റെ കേസ് സുപ്രീം കോടതിയിൽ നടക്കുകയാണ്. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ് ഞാനിവിടെ വരാമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ നമ്മളുടെ സീനിയർ അഭിഭാഷകനായിട്ടുള്ള കപിൽ സിബലുമായിട്ടുള്ള മീറ്റിംഗ് നേരത്തെ തന്നെ അത് കഴിഞ്ഞ് ഇന്നലെ തന്നെ ഞാനത് തീർപ്പാക്കിയതിന് ശേഷമാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോൾ നാളെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് അതിൻ്റെ ഹിയറിംഗ് വരുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ പരിശോധിക്കണം. വഖഫിൻ്റെ ചരിത്ര പശ്ചാത്തലം, നമ്മുടെ മതം എങ്ങനെയാണ് പറയുന്നതെന്നെല്ലാം നമുക്കറിയാം. റസൂലിൻ്റെ സമയം തൊട്ടേ വഖഫിൻ്റെ ചരിത്രം അതിനകത്ത് വളരെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇന്ത്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആ സമയം തൊട്ട്, അതായത് ഇൽത്തുമിഷ് അങ്ങനത്തെ രാജാക്കന്മാർ 1200കളിൽ ഇന്ത്യയിലേക്ക് വന്നു. ആ ഒരു ഡൽഹിയിൽ സുൽത്താനേറ്റ് ഏകദേശം ഒരു 300 കൊല്ലത്തോളം നമ്മളുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ സുൽത്താനേറ്റിൻ്റെ സമയത്താണ് ആദ്യമായിട്ട് നമുക്ക് ഇവിടെ വഖഫ് പല രീതിയിലുള്ള വഖഫുകളായിട്ട് നമുക്ക് കാണാൻ പറ്റിയത്. 1500കളിൽ മുഗളന്മാർ വന്നു. മുഗളന്മാരുടെ സമയത്താണ് പിന്നെ വളരെ പ്രകടമായിട്ടുള്ള വഖഫ് സ്വത്തുക്കളൊക്കെ നമുക്ക് അത് എന്തിനു വേണ്ടിയിട്ടാണ് വഖഫ് ചെയ്യുന്നതെന്നെല്ലാം വളരെ പ്രകടമായിട്ട് തന്നെ അവർ ചെയ്തത്.
അവർ പോയി കഴിഞ്ഞതിന് ശേഷം ബ്രിട്ടീഷുകാർ വന്നപ്പോൾ 1857 ആ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഇവർ നേരത്തെ മുസ്തഫ പറഞ്ഞ പോലെ 1860കളിൽ ഒരു നിയമം കൊണ്ടുവന്നു. അത് എല്ലാ എൻഡോമെൻസിനും കൂടിയിട്ടുള്ളൊരു നിയമമായിരുന്നു. ആ നിയമപ്രകാരം ഇത് പെട്ടെന്ന് ഇതിനകത്തൊരു വലിയ രീതിയിലുള്ള റെസ്ട്രിക്ഷൻ വന്നു. റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം അത് ഒരു പ്രൈവറ്റ് ട്രസ്റ്റ് എന്നുള്ള രീതിയിൽ മാത്രമേ അതിനെ കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനുള്ളിലുള്ള കൺട്രോളുകളും ആ കാര്യങ്ങളും എല്ലാം എടുത്തു കളയുന്ന രീതിയിലേക്കുള്ള ഒരു സംഭവം കൊണ്ടുവന്നു. അപ്പോൾ അത് വഖഫിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു നിയമം എന്ന് നമുക്ക് പറയാം. പക്ഷെ അതിങ്ങനെ വന്നെങ്കിലും 1913 നമ്മുടെ പിന്നീടുള്ള നിയമങ്ങളും 1923 വന്ന മുസൽമാൻ വഖഫ് ആക്ട് വന്നപ്പോഴേക്കും അത് കുറച്ചും കൂടി എന്താണ് വഖഫ്, അതായത് അന്ന് മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന വലിയ പരിജ്ഞാനമുള്ള ഒരാൾ ആണ് ആ നിയമം കൊണ്ടുവരാൻ എൻ്റെ പുറകിലുണ്ടായിരുന്ന ആൾ. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നപ്പോൾ ഈ പറയുന്ന രീതിയിൽ വഖഫിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ നമുക്ക് ഏത് രീതിയിലാണ് സംരക്ഷിക്കാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ തന്നെയുള്ളൊരു നിയമമാക്കി അദ്ദേഹം മാറ്റി. പക്ഷേ ആ സമയമായപ്പോഴേക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും പൈസ മാത്രം, അതായത് ലാഭം മാത്രം കാണുന്ന ഒരു കച്ചവട ഗ്രൂപ്പായിരുന്നു. ശരിക്കും ബ്രിട്ടീഷായിരുന്നു. നമുക്കറിയാലോ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വന്നത് തന്നെ കച്ചവടം നടത്താൻ വേണ്ടിയിട്ടാണ്. കച്ചവടം നടത്തി ഇന്ത്യ ഭരിക്കുന്നത് കച്ചവടമാക്കി മാറ്റിയ കൂട്ടരാണ് ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത്. അപ്പോൾ എന്തിലും കച്ചവടം കാണുന്നവർ ഇത്രമാത്രം ഭൂമികളെല്ലാം വഖഫ് ചെയ്യുമ്പോൾ അതിനകത്തും ഒരു കച്ചവട കണ്ണോടി കണ്ട് അതിനകത്ത് നിന്ന് എങ്ങനെയാണ് പൈസ അവർക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ പൈസ ഈടാക്കാവുന്നത് എന്ന രീതിയിലുള്ള ഒരു നിയമനിർമ്മാണമാണ് അവർ നടത്താൻ ശ്രമിച്ചത്. എന്തായാലും സ്വാതന്ത്ര്യാനന്തരം 1954 ആദ്യത്തെ വഖഫ് നിയമം, നമ്മുടെ സ്വതന്ത്ര ഇന്ത്യക്ക് ആദ്യത്തെ വഖഫ് നിയമം കിട്ടി. വഖഫ് നിയമത്തിൽ വഖഫ് ബോർഡുകൾ വന്നു. ആ ബോർഡുകളൊക്കെ വന്നത് ആ സമയത്ത് വലിയ സ്വാഗതാർഹമായിട്ടുള്ള ഒരു സംഗതി തന്നെയായിരുന്നു. 95 ആയപ്പോഴേക്കും കുറച്ചും കൂടി വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു നിയമം തന്നെ കൊണ്ടുവന്നു നമുക്ക് പറയാം. അപ്പോഴാണ് നമുക്ക് ഈ വഖഫ് ബൈ യൂസർ പോലത്തെ കൺസെപ്റ്റുകൾ നമുക്ക് ഇന്ത്യയിലേക്ക് കിട്ടുന്നത്. അതായത് രേഖകളില്ലാതെ ദീർഘകാലമായിട്ട് വഖഫായിട്ടുള്ള സ്വത്തുക്കളെല്ലാം വഖഫായിട്ട് തന്നെ അംഗീകരിക്കും എന്ന് പറഞ്ഞ് ഇന്ത്യൻ നിയമം തന്നെ അത് അംഗീകരിച്ച ഒരു കൺസെപ്റ്റാക്കി മാറ്റിയത്. പിന്നെ ഇപ്പോൾ നേരത്തെ മുസ്തഫ പറഞ്ഞ പോലെ സച്ചാർ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നു. സച്ചാർ കമ്മീഷൻ്റെ റിപ്പോർട്ടാണ് സത്യം പറയുന്നതിനകത്ത് വലിയൊരു വഴിത്തിരിവായിട്ട് മാറിയത്. സച്ചാർ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ അദ്ദേഹം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധി 1970 എഴുതിയ ഒരു കത്ത് അതിൻ്റെ കൂടെ അനക്സ് ചെയ്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി 1970 എഴുതിയിട്ടുണ്ട്. എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും എഴുതിയൊരു കത്താണത്. ആ കത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുകയാണ്, എല്ലാ സംസ്ഥാനങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ ഒരുപാട് വഖഫ് സ്വത്തുകൾ കയ്യേറിയിട്ടുണ്ട്. അത് സർക്കാരാകട്ടെ, സർക്കാരിതര സ്ഥാപനങ്ങളാകട്ടെ, പ്രൈവറ്റ് സ്ഥാപനങ്ങളാകട്ടെ, ഒരുപാട് വഖഫ് സ്വത്തുകൾ നിങ്ങൾ കയ്യേറിയിട്ടുണ്ട്. അങ്ങനെ കയ്യേറിയ വഖഫ് സ്വത്തുകളൊക്കെ ഉടനടി തിരിച്ച് വഖഫ് ബോർഡിന് കൊടുക്കുക. അങ്ങനെ കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമുണ്ടെങ്കിൽ അതിൻ്റെ മൂല്യം കണക്കാക്കി അതിൻ്റെ പൈസ നിങ്ങൾ വഖഫ് ബോർഡിനെ ഏൽപ്പിക്കുക. ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി 1970 എഴുതിയൊരു കത്താണ്. ആ കത്ത് വലിയ രീതിയിലുള്ള പ്രാധാന്യമുള്ള കത്താണ്. കാരണം ഇന്നിപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രചരണം എന്താണ്? നിങ്ങളുടെ ഒരു സ്വകാര്യ സ്വത്തുണ്ടെങ്കിൽ അത് വഖഫ് ബോർഡിന് വേണമെങ്കിൽ അത് നോട്ടിഫിക്കേഷൻ ഇട്ട് വഖഫ് സ്വത്താക്കി മാറ്റാം. അങ്ങനെ വഖഫ് ഒരു ഭീകര ജീവിയാണ് എന്നുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള നറേറ്റീവാണ് കൊണ്ടുവരുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷെ ഞാൻ ഇപ്പോൾ ചർച്ചയ്ക്ക് തുടക്കമിടുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി 1970 ഇങ്ങനൊരു കത്ത് സംസ്ഥാന സർക്കാരുകൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അവർക്ക് ഒരുപാട് വിവരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, ഡേറ്റകൾ ഉണ്ടായിട്ടുണ്ടാകും, എല്ലാം ഉണ്ട്. അല്ലാതെ ഒരു ഇന്ത്യ പ്രധാനമന്ത്രി ഒരു കത്ത് എഴുതില്ലല്ലോ. ആ കത്ത് 1970 എഴുതുമ്പോൾ ഇത്രമാത്രം വഖഫ് സ്വത്തുകൾ കയ്യേറിയിട്ടുണ്ട് എന്ന് ഒരു രാഷ്ട്രത്തിന് തന്നെ ബോധ്യമുണ്ടാവുകയാണെങ്കിൽ ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ് പിന്നീടുള്ള ഈ നിയമങ്ങളുടെ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. ആ മാറ്റങ്ങൾ നമുക്ക് കാണാവുന്നതും അത് തന്നെയാണ്, ആ ബോധ്യം തന്നെയാണ്. എന്തുകൊണ്ട് 1970 ശേഷം അപ്പോൾ തന്നെ ഒരു നിയമം വന്നില്ല, അല്ലെങ്കിൽ നിയമത്തിൽ ഭേദഗതി വന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. 2006 ആണ് നമ്മളുടെ സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നത്.
ഈ റിപ്പോർട്ട് വന്നപ്പോൾ ഒരു അധ്യായം മുഴുവൻ വഖഫിനെ സംബന്ധിച്ചിട്ടുള്ളതും വഖഫിൻ്റെ അജ്ഞാധീനപ്പെട്ടു പോയിട്ടുള്ള സ്വത്തുക്കളും കയ്യേറ്റങ്ങളും എല്ലാം അദ്ദേഹം പ്രതിപാദിച്ചത്. അപ്പം അത് പ്രതിപാദിക്കുമ്പോഴാണ് ഈ പറയുന്ന കയ്യേറ്റങ്ങളും പെട്ടുപോയ സ്വത്തുക്കളും എന്തുകൊണ്ട് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശുപാർശ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ നിയമത്തിൽ അത് തിരിച്ചു പിടിക്കാവുന്ന രീതിയിലുള്ള വ്യവസ്ഥകളില്ല. അപ്പോൾ അതിനെന്താണ് ഒരു പോംവഴി? ഇപ്പോഴത്തെ നിയമത്തിൽ ഭേദഗതി വരണം. അപ്പോൾ അതായിരുന്നു ഈ ആദ്യത്തെ ഒരു ശുപാർശ എന്ന് പറയുന്നത്. 2006 വന്ന ആദ്യത്തെ ഒരു ശുപാർശ എന്ന് പറയുന്നതായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ കേന്ദ്ര സർക്കാരിനും തോന്നി, ഇത്രമാത്രം വഖഫ് സ്വത്തുകൾ അന്യാധീന പോയി കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിനെ തിരിച്ചു പിടിക്കാനുള്ള എന്തെങ്കിലും ഒരു ഉപാധി നമുക്ക് വേണം. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ വീണ്ടും പഠനങ്ങളായി അവസാനം ഇവരെന്ത് ചെയ്തു? ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി, നമ്മളിന്നിപ്പോൾ വലിയ ഇതായിട്ട് കേൾക്കുന്നുണ്ട്, JPC എന്ന് പറയുന്ന ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി. ഇപ്പോഴത്തെ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമം കൊണ്ടുവന്നതിന് ശേഷം അത് പരിശോധിപ്പിക്കുകയാണ്. ഇത് നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചു. അപ്പോൾ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തു നിന്നുള്ള അംഗങ്ങളുണ്ടാവും. അത് ലോക്സഭയിൽ നിന്നുണ്ടാവും, രാജ്യസഭയിൽ നിന്നുണ്ടാവും. അങ്ങനെ 31 പേരുടെ ഒരു സമിതി ഉണ്ടാക്കി. ആ സമിതിയുടെ അടുത്ത് പറഞ്ഞു, സച്ചാർ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ ഇങ്ങനെയുണ്ട്, അപ്പോൾ ഈ ശുപാർശയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യകതയുണ്ടെങ്കിൽ തന്നെ ഏത് രീതിയിലുള്ള മാറ്റങ്ങളാണ് വഖഫ് നിയമത്തിൽ വേണ്ടത്, കൃത്യമായിട്ടുള്ള റെഫറൻസ് കൊടുത്തു. ഇവർ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ എല്ലായിടത്തും പോയി മീറ്റിങ്ങുകൾ കൂടി സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള അവരുടെ സജഷൻസും ശുപാർശകളും എല്ലാം എടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി അവരുടെ ഫൈനൽ റിപ്പോർട്ട് കൊടുത്തു. ആ ഫൈനൽ റിപ്പോർട്ടിലും അവർ പറയുന്നത്, ഇപ്പോഴത്തെ വഖഫ് നിയമത്തിൽ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ ഇത് തിരിച്ചു പിടിക്കാനുള്ള വ്യവസ്ഥകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കരുത്തേകിയ രീതിയിലുള്ള വ്യവസ്ഥകളോട് കൂടിയിട്ടുള്ള ഒരു ഭേദഗതി തന്നെ വേണം. തീർന്നില്ല. ആ റിപ്പോർട്ട് കിട്ടി. ആ റിപ്പോർട്ട് അവർ വാങ്ങിവെച്ചു. ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ അപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് തോന്നി, ഇപ്പോൾ എന്തൊക്കെ അതിനകത്ത് പിഴവുകളുണ്ട് എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ഒരു ഹൈ ലെവൽ കമ്മിറ്റിയും കൂടി അവർ നിയോഗിച്ചു. ഡോക്ടർ റഹ്മാൻ ഖാൻ ആയിരുന്നു ആ ഹൈ ലെവൽ കമ്മിറ്റിയുടെ ചെയർമാൻ. ആ ഹൈ ലെവൽ കമ്മിറ്റിയുടെ അടുത്ത് ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്, അതേപോലെ തന്നെ ഈ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി റിപ്പോർട്ട്, ഇതെല്ലാം പരിശോധിച്ചിട്ട് അതിനുള്ള ഒരു മറുപടി തരാൻ പറഞ്ഞു. അങ്ങനെ ആ ഹൈ ലെവൽ കമ്മിറ്റിയിലൂടെ കൂടിയുള്ള സജഷൻ, അതായത് 3 കമ്മിറ്റി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഹൈ ലെവൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ മാറ്റം വേണമെന്നുള്ള. അങ്ങനെയാണ് 2013 ആ നിയമ ഭേദഗതി വരുന്നത്. 2013 നിയമ ഭേദഗതിയിലാണ് കുറച്ചും കൂടി പല്ലും ഇതെല്ലാം ഈ പറഞ്ഞ പോലെ വഖഫ് നിയമത്തിന് കൊടുത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ഭേദഗതി പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോൾ എല്ലാ കക്ഷികളും അതിനെ ഐക്യകണ്ഠേന അനുകൂലിച്ചു. ആരും എതിർത്തില്ല, എല്ലാവരും വേണമെന്ന് പറഞ്ഞു. BJP ഉൾപ്പെടെ അത് വേണമെന്ന് പറഞ്ഞു. ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിലും ആരും അതിനെ എതിർത്തില്ല, എല്ലാവരും ഐക്യകണ്ഠേന വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 2013 ഒരു നിയമം കൊണ്ടുവന്ന് അത് ഏകദേശം 10 കൊല്ലമായിട്ടുള്ളൂ. അതിൻ്റെ പ്രവർത്തനം ഏകദേശം 10 കൊല്ലമായിട്ടുള്ളൂ. സാധാരണ ഒരു നിയമം മാറ്റണമെങ്കിൽ നമ്മൾ കണ്ടാണ് 1954 നിയമത്തിൽ ഭേദഗതി വന്നത് 95. അപ്പോൾ അത്രയും സമയമാണ് ഒരു നിയമം പ്രവർത്തിച്ചത്. അങ്ങനെ പ്രവർത്തിച്ച് അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു ഭേദഗതി വരേണ്ട ആവശ്യമുള്ളൂ. ഇത് 2013 എല്ലാവരുടെയും ഒരേപോലത്തെ മനസ്സോടുകൂടി ഐക്യകണ്ഠേന പാസ്സാക്കിയ ഒരു നിയമം 9 കൊല്ലം 10 കൊല്ലം പ്രവർത്തിച്ചപ്പോഴേക്കും ഒരു കാരണവും ഒരു പഠനവും ഇല്ലാതെ ഒരു പുതിയ ഭേദഗതി കൊണ്ടുവരികയാണ്. ആ ഭേദഗതിയാണ് ഇന്നിപ്പോൾ നമ്മളെല്ലാവരും പ്രശ്നത്തിലാക്കിയിരിക്കുന്ന ഒരു ഭേദഗതി എന്ന് പറയും. ഞാൻ ചെറുതായിട്ടൊന്ന് ചരിത്രം പറഞ്ഞപ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങി, അതായത് 1200 ആ സമയത്ത് ഡൽഹി സുൽത്താനേറ്റ് ഇവിടെ ഇന്ത്യയിൽ വന്ന് ഇൽത്തുമിഷ് പോലത്തെ രാജാക്കന്മാർ വന്ന് ഇന്ത്യയിൽ വഖഫ് എന്ന് പറയുന്ന അടിസ്ഥാനമായിട്ടുള്ള തത്വം ഇവിടെ അതിൻ്റെ വിത്തുകൾ പാകി. അതിനുശേഷം മുഗളന്മാർ കുറച്ചും കൂടി വ്യവസ്ഥാപിതമായിട്ടുള്ള രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോയി. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1863 ഒരു നിയമം കൊണ്ടുവന്നത് ചെറിയ രീതിയിലുള്ള സർക്കാരിൻ്റെ കൺട്രോൾ അതിനകത്തേക്ക് ഏറ്റെടുക്കാൻ ശ്രമിച്ചു.
ട്രസ്റ്റാക്കി മാറ്റാനുള്ള ശ്രമം നടത്തി. അതിനുശേഷം 1913 1923 2 നിയമങ്ങൾ വന്നു. ആ നിയമങ്ങൾ മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന അന്നത്തെ വലിയൊരു രീതിയിലുള്ള ഒരു സ്കോളർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം അത് തിരിച്ച് വഖഫിൻ്റെ കൺസെപ്റ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. 1954 സ്വാതന്ത്ര്യത്തിന് ശേഷം 1954 ആദ്യത്തെ വഖഫ് നിയമം വന്നപ്പോൾ അതിനകത്ത് വഖഫ് ബോർഡുകൾ പോലത്തെ സംഗതികൾ വന്നു. അതിനുശേഷം 95 2013 ഇപ്പോൾ 2024 25 ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ വഖഫിൻ്റെ ആ ഒരു ചരിത്രം, അതേപോലെ നിയമങ്ങളുടെ ആ നാൾവഴി നമ്മൾ നോക്കിക്കാണുമ്പോൾ കാണുന്നത്. ഈ ഭേദഗതി, ഇപ്പോൾ വന്നിട്ടുള്ള ഭേദഗതി എത്രമാത്രം അപകടകരമാണ്. അതിലിപ്പം നമ്മൾ പെട്ടെന്ന് പത്രങ്ങളൊക്കെ ഞങ്ങളൊക്കെ പത്രങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം അറിയുന്ന കുറച്ച് കാര്യങ്ങൾ, നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ, പത്രങ്ങളുടെ വാർത്തയുടെ വലിയൊരു പ്രശ്നം അതാണ്. അതിൻ്റെ ആഴത്തിലേക്ക് പോയിട്ടൊന്നും അതിലുണ്ടാവില്ല. അപ്പം ജനങ്ങൾക്കും അത്ര തന്നെ അറിയുള്ളൂ. ഇപ്പോൾ അതിൽ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നതിന് പ്രശ്നമുണ്ടാവാം. അതിനകത്തേക്ക് മുസ്ലിമേതരർ കടന്നു വരുന്നതിൻ്റെ ഒരു വിഷയം ഉണ്ട്. അതുപോലെ ഒരു വഖഫ് സ്വത്തിനെ സംബന്ധിച്ച് ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ കളക്ടർക്ക് അതിൽ തീരുമാനമെടുക്കാം. അന്ന് മുതൽ അയാൾ അത് തീരുമാനമെടുക്കുന്ന ദിവസം മുതൽ അത് വഖഫ് അല്ലാതായി മാറുന്നു. അങ്ങനെ കുറച്ച് ഞങ്ങൾക്ക് തന്നെ പെട്ടെന്ന് വല്ലാത്തൊരു വിഷമം തോന്നുന്ന, ഒരു വിശ്വാസിക്ക് മാത്രമല്ല പൊതുസമൂഹത്തിലിരിക്കുന്ന ആർക്കും, ഒരു സമൂഹത്തിൻ്റെ വികസനത്തിന് വേണ്ടി. അത് വളരെ രസകരമായ കാര്യം, നമ്മൾ കരുതുന്നത് പോലെ മുസ്ലിം സമുദായത്തിൻ്റെ മാത്രമല്ലെന്നേ, സാമൂഹിക ദൗത്യം നിർവഹിക്കുന്നുണ്ട് വഖഫുകൾ. ഇഷ്ടംപോലെ വഖഫ് സ്ഥാപനങ്ങളിലല്ലേ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. ഒരാളുടെ ജീവിതം ഫ്രം കാഡിൽ ടു ടോം എന്ന് പറഞ്ഞതുപോലെ ചൊട്ട മുതൽ ചുടല വരെ ഉണ്ടാവാം. ഒരു അനാഥനായ കുഞ്ഞ് ഒരു അനാഥാലയത്തിൽ പഠിക്കുന്നു. അവൻ്റെ പഠനം, അവൻ്റെ വിദ്യാഭ്യാസം, അതിൻ്റെ മുന്നോട്ടുള്ള അവൻ്റെ ഭക്ഷണം, അതിൻ്റെ ജീവിതം, ഇതെല്ലാം കഴിഞ്ഞ് വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയിൽ അയാൾ അന്തി ഉറങ്ങുന്നു. ഇതിനിടക്ക് അതുമായി ബന്ധപ്പെടുന്ന പൊതുസമൂഹം മുഴുവൻ അതിൽ ബന്ധപ്പെടുന്നു. വഖഫ് ചെയ്യപ്പെട്ട കിണറുകൾ, സ്ഥാപനങ്ങൾ, പിന്നെ താമസ കേന്ദ്രങ്ങൾ, എന്തൊക്കെയാണ് ലോകത്തുടനീളം നോക്കുകയാണെങ്കിൽ വളരെ വളരെ മൈന്യൂട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾക്ക് വരെ വഖഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം അപകടകരമാണിത്. നമ്മളിന്ന് കാണുന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു രാഷ്ട്രീയമായി മുസ്ലിങ്ങളെ ആക്രമിക്കുക എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സാണ് ഇപ്പോൾ എല്ലാം. അവരുടെ വിവാഹം എന്ന് പറയുന്നത് സിവിൽ കോൺട്രാക്റ്റ് ആയിരിക്കെ അത് ലംഘിക്കുന്നവർക്ക് ക്രിമിനൽ കുറ്റം കൊടുക്കുക, അങ്ങനെ മുസ്ലിങ്ങളുടെ എല്ലാത്തിനെയും ഒരു പ്രശ്നവൽക്കരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയത്തിനപ്പുറം അതിൻ്റെ സാമ്പത്തികമായ അടിത്തറ തകർക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരു വിഷയം ഇതാണ്, എത്രമാത്രം അപകടകരമാണ്, ഹൗ ഡേഞ്ചറസ്, അതാണ് നമ്മൾ. ഇപ്പോൾ മുസ്തഫ ആദ്യത്തെ ഇതിനകത്ത് പറഞ്ഞല്ലോ, ഇതൊരു ജീനോസൈഡിൻ്റെ തുടക്കമാണ് എന്നുള്ളത്. അതിന് അദ്ദേഹം നല്ല നല്ല കാരണങ്ങൾ പറഞ്ഞു. ജീനോസൈഡ് എന്ന് പറയുന്നത് ഒരു വംശഹത്യ എന്ന് പറയുന്നത് കൊല്ലൽ മാത്രമല്ല, അതിന് തുടക്കം മറ്റു പല കാരണങ്ങളുമായിട്ടായിരിക്കും. ഇതിനകത്തിപ്പോൾ അതിനെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഈ സമുദായത്തെ തളർത്താൻ പറ്റിയ ഒരു സംഗതിയായിട്ടാണ് സർക്കാർ കാണുന്നതെന്നുള്ളതാണ്. സാമൂഹ്യപരമായിട്ടെന്ന് പറയുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വഖഫ് സ്വത്തുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തൊട്ട് അതേപോലെ ഹോസ്പിറ്റലുകളായാലും അങ്ങനത്തെ പല യതീംഖാനകളായാലും ഇതെല്ലാം നമ്മുടെ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി വലിയ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം അവർക്കറിയാം. അപ്പോൾ ഈ വഖഫ് സ്വത്തുകളിൽ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ സാമൂഹ്യമായിട്ട് അല്ലെങ്കിൽ നമുക്കിപ്പോൾ കിട്ടുന്ന സാമൂഹ്യപരമായിട്ടുള്ള ഉയർച്ച, ആ ഉയർച്ചയെ തളർത്താൻ വേണമെങ്കിൽ പറ്റും എന്നുള്ളൊരു ചിന്ത അതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു തളർച്ച നമുക്കതും കൊണ്ട് വരും എന്നുള്ളതും അവർക്ക് അതിൻ്റെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള അജണ്ടയാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഖഫിൽ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമാണ്, അത് ഒരു സമുദായത്തിന് തന്നെ ഒരു പ്രശ്നമാണ്. സമുദായത്തിന് പ്രശ്നമായിട്ടുള്ള ഒരു സംഗതി ആകുമ്പോൾ തന്നെ അത് സമുദായം അതിനെ വൈകാരികമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് മറ്റുള്ള സമുദായ ഏകീകരണം ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള അവരുടെ ആ ധ്രുവീകരണ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ആ ധ്രുവീകരണ രാഷ്ട്രീയം. അപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് അജണ്ട ഉണ്ട്, പൊളിറ്റിക്കൽ അജണ്ട ഉണ്ട്, ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. പക്ഷേ മുസ്തഫ ചോദിച്ചല്ലോ, ഇതിനകത്തിപ്പോൾ നമുക്കിപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളോ അല്ലെങ്കിൽ പേപ്പറുകളോ വായിച്ചിട്ടോ നമുക്കിപ്പോൾ ഇതിൻ്റെ അപകടങ്ങൾ എന്താണെന്നുള്ളത് ജനറലി നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ വഖഫ് ബൈ യൂസർ ആണോ അല്ലെങ്കിൽ വഖഫ് ബോർഡിൽ ഇപ്പോൾ അമുസ്ലിങ്ങളുടെ പ്രവേശനം, അതൊക്കെ എല്ലാവർക്കും ഇപ്പോൾ ഏകദേശം അറിയാവുന്നൊരു സംഗതിയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഇതിനകത്ത് ഏറ്റവും അപകടകരമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അള്ളാഹുവിലേക്കുള്ള സമർപ്പണമാണ്. അള്ളാഹുവിലേക്ക് ഒരു വ്യക്തി അവൻ്റെ സ്വത്ത് അല്ലെങ്കിൽ എന്തായാലും സമർപ്പിക്കുകയാണ്. അത് പല കാരണങ്ങൾ കൊണ്ട് സമർപ്പിക്കാം. ആ സമർപ്പണം നമ്മളുടെ മതം പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന രീതിയുണ്ട്. അതായത് നെയ്യത്തോട് കൂടിയിട്ട് ഒരു വാമൊഴി ഉണ്ടെങ്കിൽ ഒരു വക്കഫായി മാറും. വക്കഫായി എനിക്കിപ്പോൾ എൻ്റെ ഭൂമി വക്കഫിലേക്ക് മാറ്റണമെങ്കിൽ എൻ്റെ നെയ്യത്തോട് കൂടിയിട്ട് വാമൊഴി മതി. ഓറലി എനിക്ക് പറയാതെ അത് വക്കഫായി മാറണം. ഇപ്പം വന്നിരിക്കുന്ന നിയമത്തിൽ എന്ന് പറഞ്ഞാൽ ഓറൽ വക്കഫ് എന്ന് പറയുന്നത് അവർ അംഗീകരിക്കാത്തൊരു സംഗതിയായി മാറി. ഇത്രയും നാൾ ഇന്ത്യൻ നിയമം ഓറൽ വക്കഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അംഗീകരിച്ചിരുന്നതാണ്. അത് പെട്ടെന്ന് ഈ പറയുന്ന 2024-25 ഈ ഭേദഗതിയോട് കൂടിയിട്ട് ഓറൽ വക്കഫ് എന്ന് പറയുന്നത് വക്കഫല്ല. നമ്മുടെ മതം നമുക്കിപ്പോൾ ഈ പറയുന്നത് പോലെ നെയ്യത്തോട് കൂടിയിട്ട് വാമൊഴി കൊണ്ട് ഒരു സംഗതി വക്കഫ് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് ആരാണത് പറയാൻ പറ്റില്ല എന്ന് പറയാൻ? അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മതം എന്തും പറഞ്ഞോട്ടെ, നിങ്ങളുടെ ശരിയ എന്തും പറഞ്ഞോട്ടെ, ആ ശരിയ നിയമപ്രകാരം നിങ്ങൾക്കൊരു സംഗതി ചെയ്യാമെങ്കിൽ പക്ഷെ പാർലമെന്റ് പറയും വേണ്ട, അതിന് ഘടകവിരുദ്ധമായിട്ട് ഞങ്ങൾ പറയും അത് പറ്റില്ല, നിങ്ങൾ അതേ അനുസരിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് അവരിപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മളുടെ മുന്നിൽ ഇട്ട് നിൽക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത്, അതിലേക്കുള്ളൊരു പോക്കായിട്ടാണ് നമുക്കിതിനെ കാണുന്നത്. അതാണ് നമ്മളെയൊക്കെ ഏകദേശം പേടിപ്പെടുത്തുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മതം എന്തും പറഞ്ഞോട്ടെ, പക്ഷേ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം നിങ്ങളുടെ മതത്തിന് ഘടകവിരുദ്ധമാണെങ്കിൽ നിങ്ങൾ ആ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം മാത്രമേ നിങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റുകയുള്ളൂ. മതസ്വാതന്ത്ര്യത്തിനെതിരെ പല രീതിയിലും എതിരെ, ഞാൻ എതിർപ്പിന്റെ കാര്യമല്ല ഞാൻ പറയണത്, പക്ഷെ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ഈ കൺസെപ്റ്റിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സംഗതി, ഒരു തത്വം ഇതാണ് എന്ന് ഞാൻ ബോധ്യപ്പെടുത്തുന്നതിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഇടക്കാല വിധി ജഡ്ജിമെൻറ്റിനകത്ത് കുറേ നമുക്ക് ഒരു മനസ്സിനൊരു ശാന്തത കിട്ടുന്ന കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്, പ്രതീക്ഷ പകരുന്ന കാര്യങ്ങൾ അതിനകത്തുണ്ട്. ആർട്ടിക്കിൾ 26 ഉയർത്തിപ്പിടിക്കുന്ന സംഗതി, മതസ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശത്തെ അത് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഇപ്പോൾ വഖഫ് ബൈ യൂസർ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് എത്രമാത്രം പ്രതീക്ഷാപരമാണ്? അല്ലെങ്കിൽ സുപ്രീം കോടതി സാധാരണഗതിയിൽ ഈ ജുഡീഷ്യൽ പ്രോസസ്സിനിടക്ക് തുടക്കത്തിൽ പറയുന്നതല്ല, പിന്നീട് അതിൻ്റെ അവസാന ജഡ്ജ്മെൻറ്റ് ഇങ്ങനെ ആകാതെ വരുന്ന എത്രയോ ഇൻസ്റ്റൻസസ് നമ്മുടെ മുന്നിലുണ്ട്. സുപ്രീം കോടതി തന്നെ ഇതിനകത്ത് ഇപ്പോൾ പരിഗണിച്ചപ്പോൾ തന്നെ ഇതിനകത്ത് പോസിറ്റീവായ അംശങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഈ ഇടപെടലിനെ ആ അർത്ഥത്തിൽ അത് പോസിറ്റീവായിരിക്കെ തന്നെ അത് എത്രമാത്രം ദീർഘകാലം ഉണ്ടാകുന്നതാണ്. ഈ വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ ഈ കേസിനകത്ത് സുപ്രീം കോടതി എന്ത് നിലപാടായിരിക്കും എടുക്കുക? അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ലെങ്കിൽ പോലും അങ്ങയുടെ ഈ ഇതിൽ ഇടപെട്ടൊരു വ്യക്തി എന്ന നിലയ്ക്ക് എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്? എന്തായിരിക്കും അതിൻ്റെ ഒരു പുസ്തകം? ഇത് വലിയ ആശ്വാസം നൽകുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ സുപ്രീം കോടതി കഴിഞ്ഞ 2 പ്രാവശ്യം ഉണ്ടായിരിക്കുന്നത്. കാരണം ജസ്റ്റ് ഒന്ന് വിശദീകരിച്ചു തന്നായിരുന്നു എന്തൊക്കെയാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം, പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം എന്ന് പറയുന്നത് ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള നിയമമാണ് പാസ്സാക്കിയുള്ളൂ എന്നുള്ളൊരു അനുമാനം എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ളൊരു നിയമം പാർലമെന്റ് പാസ്സാക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആര് കോടതിയിൽ ചെന്ന് കഴിഞ്ഞാലും സുപ്രീം കോടതി അതിനകത്ത് ഇടക്കാല ഉത്തരവ് ഒന്നും പാസ്സാക്കില്ല. അതായത് ഈ നിയമം സ്റ്റേ ചെയ്യാൻ പറ്റില്ല സുപ്രീം കോടതി. കാരണം പാർലമെന്റിന്റെ ഇരുസഭകളും പാസ്സാക്കിയിരിക്കുന്നതാണ്, ജനങ്ങളുടെ പ്രതിനിധികൾ പാസ്സാക്കിയിരിക്കുന്ന ഒരു സംഗതി, ഭൂരിപക്ഷത്തോട് പാസ്സാക്കിയിരിക്കുന്ന സംഗതി. അത് ചിലപ്പോൾ ഭരണഘടനാ വിരുദ്ധത ഉണ്ടെങ്കിൽ പോലും അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ, അന്തിമ വിധിയിൽ മാത്രമേ അതിനകത്ത് ഭരണഘടനാ വിരുദ്ധത അവർക്ക് പറയാൻ പറ്റുകയുള്ളൂ. സ്റ്റേ ചെയ്തില്ല എന്ന വാദം നിലനിൽക്കുന്നല്ല, അല്ലെങ്കിൽ അത് ആളുകൾ ഒരു പ്രശ്നമായിട്ട് പറയേണ്ട കാര്യമില്ല. സ്റ്റേ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ 99% കേസുകളിലും സ്റ്റേ ചെയ്യില്ല. അത് സ്റ്റേ ചെയ്യണത് ശരിയല്ല എന്നുള്ളതാണ് ഒരു മാനദണ്ഡമായിട്ട് കോടതികൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണമെന്ന് ഞാൻ പറഞ്ഞ ഇതാണ്, പാർലമെന്റ് പാസ്സാക്കുന്നൊരു നിയമം ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് നിയമമാണെന്നുള്ള അനുമാനമാണ്. പ്രിസംപ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി എന്നാണ് പറയുന്നത്. ഈ പ്രിസംപ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ഏത് നിയമത്തിലും പാർലമെന്റ് അത് സുപ്രീം കോടതി കാണും. കാരണം പാർലമെന്റിൽ ഇരിക്കുന്ന ആളുകൾ അത്ര വിഡ്ഢികളല്ലല്ലോ, ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടൊരു നിയമം അവർക്ക് പാസ്സാക്കാൻ പറ്റില്ല എന്നുള്ളൊരു അനുമാനമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പാസ്സാക്കിയിരിക്കുന്ന ഏത് നിയമവും ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള നിയമമാണെന്നുള്ള അനുമാനത്തോടു കൂടി തന്നെയാണ് സുപ്രീം കോടതി ഒരു കേസിനെ നോക്കിക്കാണുന്നത്. പക്ഷേ ഒരു കേസ് വന്നിട്ട് അതിനകത്ത് പ്രകടമായിട്ടുള്ള ഒരു ഭരണഘടനാ വിരുദ്ധത സുപ്രീം കോടതിക്ക് പ്രഥമ ദൃഷ്ടിയാ തോന്നുകയാണെങ്കിൽ സുപ്രീം കോടതിക്ക് ഉത്തരവ് പാസ്സാക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല.
പക്ഷെ സ്റ്റേ ചെയ്യാതെ തന്നെ ഏതെല്ലാം വകുപ്പുകളിലാണ് ആ ഭരണഘടനാ വിരുദ്ധത നിറഞ്ഞു നിൽക്കുന്നത് ആ വകുപ്പുകൾ അങ്ങ് മരവിപ്പിച്ചാൽ മതി. ആ വകുപ്പുകൾ മരവിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഭരണഘടനാ വിരുദ്ധത തൽക്കാലത്തെങ്കിലും അവിടെ നിന്നു. അപ്പോൾ ആ സംഗതിയാണ് കഴിഞ്ഞ ഹിയറിങ്ങുകളിലെല്ലാം സുപ്രീം കോടതിയിൽ നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് വഖഫ് ബൈ യൂസറിലും അതേപോലെ തന്നെ വഖഫ് ബോർഡുകളിലും വഖഫ് കൗൺസിലുള്ള അമുസ്ലിങ്ങളായിട്ടുള്ള അംഗങ്ങളുടെ കാര്യത്തിലും ഈ രണ്ട് കാര്യത്തിലും സുപ്രീം കോടതി വളരെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു. ഈ രണ്ട് കാര്യത്തിലും അവിടെ മരവിപ്പിച്ച് തന്നെ നിൽക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഭാവി എന്താണെന്നാണ് മുസ്തഫ ചോദിക്കുന്നത്. ഭാവി എന്ന് പറയുന്നത് സുപ്രീം കോടതി എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കേസ് കേൾക്കുന്ന 3 ജഡ്ജിമാരുണ്ട്. ഈ 3 ജഡ്ജിമാരിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, അദ്ദേഹം ഏകദേശം ഒരാഴ്ച കൊണ്ട് റിട്ടയർ ആവുകയാണ്. ഈ സഞ്ജീവ് ഖന്ന എന്ന് പറഞ്ഞ ചീഫ് ജസ്റ്റിസ് ഏകദേശം ഒരാഴ്ച കൊണ്ട് റിട്ടയർ ആവുകയാണ്. അപ്പോൾ റിട്ടയർ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ കേസ് ചിലപ്പോൾ അടുത്ത ചീഫ് ജസ്റ്റിസിൻ്റെ മുമ്പിൽ പോകും, അല്ലെങ്കിൽ വേറൊരു ജഡ്ജിൻ്റെ മുമ്പിൽ പോകും. അപ്പോൾ ഈ സഞ്ജീവ് ഖന്ന എന്ന് പറയുന്ന ജഡ്ജിൻ്റെ ആ പറയുന്ന രീതിയിലുള്ള ഒരു തിങ്കിങ് പ്രോസസ്സ് ആയിരിക്കില്ല ചിലപ്പോൾ അടുത്ത ജഡ്ജിക്കുള്ളത്. അടുത്ത ജഡ്ജിക്ക് ചിലപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് ശരിയാണെന്ന് തോന്നാം. അങ്ങനെ തോന്നുകയാണെങ്കിൽ നമ്മൾ ഈ ഫയൽ ചെയ്ത ഹർജികളെല്ലാം തള്ളും. അങ്ങനത്തെ ഒരു പോസിബിലിറ്റി നമുക്ക് കാണാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ സഞ്ജീവ് ഖന്ന എന്ന് പറയുന്ന ഈ ജഡ്ജി കഴിഞ്ഞ 2 ഹിയറിങ്ങുകളിലും നടത്തിയിരിക്കുന്ന അപ്പോൾ അതേ ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ ഓരോരുത്തരുടെ വീക്ഷണങ്ങളാണ്. നമുക്ക് പെർസെപ്ഷൻസ് എന്ന് പറയുമല്ല, നമ്മൾ വീക്ഷണങ്ങളാണ്. നമ്മളിപ്പോൾ കേന്ദ്ര സർക്കാർ വിചാരിക്കുന്നത് ഇതൊന്നും ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണെന്നാണ്. ആ കേന്ദ്ര സർക്കാരിൻ്റെ വീക്ഷണം തന്നെ ചിലപ്പോൾ ഏതെങ്കിലും ജഡ്ജിക്ക് തോന്നുകയാണ് ഇതൊന്നും കുഴപ്പമില്ലാത്ത സംഗതിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന കേസ് തള്ളാം. പക്ഷെ അതല്ല, ഈ കഴിഞ്ഞ ഹിയറിങ്ങിൽ നടന്ന പോലെ തന്നെ ഈ 3 ജഡ്ജിമാരുടെ അതേ വീക്ഷണം തന്നെ അടുത്ത് വരുന്ന ജഡ്ജിക്കും ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരുപാട് വകുപ്പുകൾ അതിനകത്തുനിന്ന് റദ്ദാക്കപ്പെടേണ്ട രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്കുകളെല്ലാം. നമ്മളിപ്പോൾ ഇത് കണ്ട് നമ്മൾ പൗരത്വ നിയമത്തിൻ്റെ കാര്യം പറഞ്ഞു. ഈ പൗരത്വ നിയമം എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രമാത്രം അതിനെ എതിർത്തതെന്നുള്ളതാണ്. പൗരത്വം നിയമം എന്ന് പറയുന്നത് ഒരു അഭയാർത്ഥിക്ക് പൗരത്വം കൊടുക്കുകയാണ്. ഇന്ത്യയിൽ വരുന്ന ഒരു അഭയാർത്ഥിക്ക് പൗരത്വം കൊടുക്കുകയാണ്. അതിനിപ്പോൾ നമ്മൾ സ്വാഗതം ചെയ്യല്ലേ വേണ്ടത്. നമ്മൾ എന്തുകൊണ്ട് അതിനെ എതിർത്തുന്നുള്ളതാണ്. അത് എതിർക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഇത് അഭയാർത്ഥികളെ അവർ മതം തിരിച്ചുള്ള ഒരു അഭയാർത്ഥികളാക്കി കണക്കാക്കി. അതിനകത്ത് ഹൈന്ദവ അഭയാർത്ഥി എന്നും ക്രൈസ്തവ അഭയാർത്ഥി എന്നും അങ്ങനെ 6 മതങ്ങളുടെ അഭയാർത്ഥികളെന്നും അതിനകത്ത് ആ 6ൽ വരാത്ത അഭയാർത്ഥികളാണെങ്കിൽ നിങ്ങൾ അഭയാർത്ഥികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് പൗരത്വം നൽകില്ല എന്നുള്ളത്. അപ്പം മതം മാനദണ്ഡമാക്കിയൊരു നിയമം അത് ഭരണഘടന ഒരിക്കലും വിഭാവനം ചെയ്യാത്ത ഒരു സംഗതിയാണ്. മതം മാനദണ്ഡം ചെയ്യുന്ന ഒരു നിയമം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന നമുക്ക് എല്ലാവർക്കും അറിയാം. മതേതരത്വം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ഒരു അടിസ്ഥാന ഘടകമാണ് മതേതരത്വം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന രീതിയിലുള്ളൊരു നിയമം ആയതുകൊണ്ടാണ് നമ്മളെല്ലാവരും അതിനെ എതിർത്തത്. കാരണം അഭയാർത്ഥികൾക്ക് കൊടുക്കാം, അത് അഭയാർത്ഥിയായിട്ട് തന്നെ കാണണം. അവിടെ മുസ്ലിം അഭയാർത്ഥിയാണോ ഹൈന്ദവ അഭയാർത്ഥിയോ നോക്കരുത്. അഭയാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരേപോലത്തെ വിഷമങ്ങളുള്ളതാണ്. ആ വിഷമങ്ങൾ ഉള്ള എല്ലാവർക്കും ഒരേപോലെ തന്നെ. നമ്മൾ എന്താണ് കോടതിയിൽ ചോദിച്ചത്? നിങ്ങളിപ്പോൾ 6 മതങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ മതത്തിൻ്റെ കൂടെ മുസ്ലിം എന്നും കൂടി നിങ്ങൾ എഴുതി ചേർക്കുക, നമുക്കൊരു പ്രശ്നമില്ല. ആ നിയമം അവിടെ നിലനിൽക്കേണ്ട ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ഈ 6 മതങ്ങൾ എഴുതിയിട്ടുണ്ട്, ആ 6 മതങ്ങളുടെ പേരങ്ങോട്ട് വെട്ടിയേര്, അഭയാർത്ഥികളെന്ന് മാത്രം പറഞ്ഞാൽ മതി, ഒരു പ്രശ്നമില്ല. ഇത് 2 എണ്ണം മാത്രം നമ്മൾ ആവശ്യപ്പെട്ടത്. അപ്പം മതം മാനദണ്ഡമാക്കി ഒരു നിയമം കൊണ്ടുവന്നപ്പോഴുള്ള പ്രശ്നമാണ് അന്ന് നമ്മളുടെ പൗരത്വ നിയമ ഭേദഗതിയിലുണ്ടായ പ്രശ്നം. ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? വഖഫിലുണ്ടാകുന്ന പ്രശ്നം എന്താണ്? അടിസ്ഥാനപരമായിട്ടുള്ള ഇസ്ലാമിക തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളൊരു നിയമം പാർലമെൻറ്റ് പാസ്സാക്കുകയാണ്. അത് അങ്ങനെ പാസ്സാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ഇപ്പോൾ മുസ്തഫ പറഞ്ഞ പോലെ നമുക്ക് മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നതും നമ്മളുടേതായിട്ടുള്ള പ്രോപ്പർട്ടീസും അതേപോലെ വസ്തുക്കളെല്ലാം മാനേജ് ചെയ്യാനുള്ള ഒരു അധികാരം മൗലികാവകാശമായിട്ട് ഭരണഘടന തരുമ്പോൾ ആ പറയുന്ന അവകാശങ്ങൾക്കെല്ലാം ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മൗലികാവകാശത്തിന് വിരുദ്ധമായിട്ടുള്ള നിയമം, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മളൊരു മുസ്ലിം വിരുദ്ധതയല്ല ഇതിനകത്ത് കാണേണ്ടത്. ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ഭരണഘടനാ വിരുദ്ധതയാണ്. ഇവർക്ക്, അതായത് BJP-ക്കാർക്ക് ഇത് കാണേണ്ടത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇത് കാണുന്നത് ഇതൊരു മുസ്ലിം നിയമമായിട്ടാണ്. അപ്പോൾ ഒരു മുസ്ലിം വിരുദ്ധത എന്നുള്ള രീതിയിൽ ഒരു നിയമമായി ഒരു പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഭരണഘടനാ വിരുദ്ധത, ഞാൻ ഈ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 25, 26, 14 എല്ലാത്തിൻ്റെയും കൂടിയുള്ള ഒരു വിരുദ്ധതയാണ് നമ്മളിതിനകത്ത് കാണേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആർട്ടിക്കിൾ 25 ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവസരം നൽകുന്നു. അപ്പോൾ ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ
നമ്മളൊക്കെ വീടിൻ്റെ മുകളിൽ മാഷാ അല്ലാ എന്ന് എഴുതി വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എഴുതി വെക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 25 എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഭരണഘടനാപരമായി നമുക്കൊക്കെ ധാരണ ഉണ്ടാവേണ്ടതാണ്, നമ്മളെ ഭരണഘടന എന്താണ് പറയുന്നത് എന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമാണത്. നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള അവകാശം മാത്രമല്ല, ആചരിക്കാനുള്ള അവകാശം മാത്രമല്ല, പ്രചരിപ്പിക്കാനുള്ള അവകാശവും നൽകുന്നു. നമ്മളെ ആശങ്ക എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സർ ഇവിടെ പറഞ്ഞതിൽ നിന്ന് ജഡ്ജി മാറുന്നു, അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ മാറുന്നു. ഈ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഒരുപക്ഷെ ചില ഭാഗങ്ങൾ മാറ്റം വരുത്തിയേക്കാം. എങ്കിലും വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിലാവുന്നു എന്ന് കരുതുക. ജുഡീഷ്യൽ പ്രോസസ്സ് പൂർത്തിയായതിനു ശേഷം സാറിന് നമുക്കൊരു പക്ഷേ വീണ്ടും ഇതുപോലെ ഇരിക്കാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് വീണ്ടും സംസാരിക്കുകയും ചെയ്യാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്നത് പലരും വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരാണ്, മുത്തവല്ലിമാരായിട്ടുള്ള ആളുകളാണ്, അതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നവരാണ്, പള്ളികളിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്നവരാണ്. ഇങ്ങനെയൊരു നിയമം പ്രാബല്യത്തിലായാൽ, അങ്ങനെയും കാണണമല്ലോ, ആയാൽ വഖഫ് ബൈ യൂസർ പോലെ നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യുന്ന സംഗതികളിൽ എന്ത് തരം സൂക്ഷ്മതയാണ് നമ്മൾ പുലർത്തേണ്ടത്? അതല്ലെങ്കിൽ നമ്മുടെ തന്നെ അബദ്ധങ്ങൾ കൊണ്ട് പല സ്വത്തുക്കളും അന്യാധീനപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കോൺട്രവേഴ്ഷ്യലായ സാധനത്തിലേക്ക് ഞാൻ അവസാനം വരാം, അതിലേക്ക് മുനമ്പോ അതിലേക്ക് ഞാൻ അവസാനം വരാം. ഞാൻ പഴയ വെച്ചിക്കാണ് ഞാൻ നമുക്ക് എടുക്കാൻ പറ്റുന്നിടത്തോളം എടുക്കണം, എന്നാലേ നമുക്ക് ഈ സദസ്സിനോടൊരു നീതി ഉണ്ടല്ലോ. പക്ഷെ ഞാൻ അതല്ല പറയുന്നത്. ഇത് കൈകാര്യം ചെയ്യുന്ന നമ്മളെപ്പോലത്തെ സാധാരണ മനുഷ്യരായ ആളുകൾ എന്ത് തരം സൂക്ഷ്മതയാണ് ഇനിയെങ്കിലും പുലർത്തേണ്ടത്? ഇതിലെ വേർഡിങ്ങുകളിൽ, ഇതിലെ ആധാരം തയ്യാറാക്കുന്നതിൽ, അത് പറയുന്നിടത്ത് ഇത്തരത്തിലൊക്കെ എന്ത് തരം മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഈ വഖഫ് ഭേദഗതി നിയമം ഭാഗികമായോ പൂർണ്ണമായോ പ്രാബല്യത്തിലാകുകയാണെങ്കിൽ എന്തായിരിക്കും, അത് എന്തൊക്കെ മാറ്റങ്ങൾ അതിനകത്ത് വരുത്തേണ്ടത്? നമുക്കിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം വെച്ചാൽ നമ്മൾ എല്ലാ കണ്ടിജൻസീസും നമ്മൾ നേരിടേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ഈ വഖഫ് ബൈ യൂസറിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. കാരണം വഖഫ് ബൈ യൂസർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അനുമാനം തന്നെ അതിനകത്ത് രേഖകളില്ലെന്നുള്ളതാണ്. രേഖകളില്ലാത്ത വഖഫ് സ്വത്തുക്കൾക്കാണ് വഖഫ് ബൈ യൂസർ എന്ന് നമ്മൾ പറയുന്നത്. കാരണം അതിൻ്റെ ഉപയോഗം കൊണ്ട് തന്നെ വഖഫ് ആയതുകൊണ്ടാണ്. വഖഫ് രജിസ്ട്രേഷൻ ഇല്ല, അതല്ലേ? വഖഫ് രജിസ്ട്രേഷൻ ചിലപ്പോൾ ആധാരം ഉണ്ടാവില്ല, വഖഫായിട്ടുള്ള ആധാരമുണ്ട്, വഖഫ് എന്നുള്ള ആധാരം ഉണ്ടാവില്ല, ആരാണ് വാക്കിഫ് എന്നറിയില്ല, എന്നാണ് വഖഫ് ചെയ്തതെന്ന് അറിയില്ല. പക്ഷെ ഉപയോഗം കൊണ്ട് വഖഫായി കഴിഞ്ഞു. പക്ഷെ അത് ചില സമയത്ത് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള ആ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത് ഇവിടെ എത്രത്തോളം സ്വത്തുക്കൾ അങ്ങനെ ഉണ്ട് എന്നുള്ളത് എനിക്ക് അത്ര അറിയില്ല. അതായത് കേരളത്തിൽ, ഉത്തരേന്ത്യയിൽ ഇത് വലിയ പ്രശ്നങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലുണ്ട് സർ, വനം വകുപ്പിന്റെ ഒക്കെ ഭൂമിയിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, നമുക്ക് അറിയുന്ന കാര്യം അല്ല. മറ്റേന്ന് പറഞ്ഞാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ 1200 തൊട്ട് ഡൽഹി ഭരിച്ചിരുന്ന മുസ്ലിം സുൽത്താനേറ്റ് തൊട്ട് ഇങ്ങോട്ട് മുഗളന്മാർ വരെ ഉള്ള ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഭൂമികൾ വഖഫ് ചെയ്തിട്ടുണ്ട്. ഈ വഖഫ് ചെയ്ത ഭൂമികൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഡൽഹിയിലെ ജുമാ മസ്ജിദ് നോക്കിക്കഴിഞ്ഞാൽ, ജുമാ മസ്ജിദൊക്കെ വഖഫ് ചെയ്തിരിക്കുന്ന ഒരു പള്ളിയാണ്. ഈ പള്ളിയുടെ ആധാരം നാളെ ചോദിച്ചു കഴിഞ്ഞാലോ, ആ പള്ളിയുടെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ, ആരാണ് വാക്കിഫ് എന്ന് ചോദിച്ചാൽ, എന്നാണ് വഖഫ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു ഉത്തരവില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് വഖഫ് ബൈ യൂസർ, അതിപ്പോൾ പള്ളികളെ എല്ലാവരും ഇപ്പോൾ ചിലപ്പോൾ ടാർഗറ്റ് ചെയ്യണത്, അവർ ടാർഗറ്റ് ചെയ്യണത് വലിയ രീതിയിലുള്ള ഈദ്ഗാഹുകളുണ്ട്, ഖബർസ്ഥാനുകളുണ്ട്. ഇതൊക്കെ ഇപ്പോൾ വലിയ പ്രൈം പ്രോപ്പർട്ടിയായി മാറിയിരിക്കുകയാണ് ഡൽഹിയിൽ പോലത്തെ സ്ഥലത്തൊക്കെ. നമുക്കൊക്കെ അറിയാം, നഗരവികസനമൊക്കെ വരുമ്പോൾ നടുവിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ പാർലമെന്റിന്റെ തൊട്ടടുത്ത് നമ്മളും ഈ ക്യാമറയും തമ്മിലുള്ള അകൽച്ചയേ ഉള്ളൂ. പാർലമെന്റിന്റെ മസ്ജിദ് എന്ന് പറയും, പാർലമെന്റ് മസ്ജിദ് എന്ന് പറഞ്ഞ ഒരു ജുമാ മസ്ജിദ് ഉണ്ട്. നമ്മളിവിടെ ഇരിക്കുന്ന പാർലമെന്റ് ആണെങ്കിൽ ആ ക്യാമറ ഇരിക്കുന്നത് മസ്ജിദാണ്. അപ്പോൾ അത്രമാത്രം ഈ പറയുന്ന മസ്ജിദും ഈ പറഞ്ഞ പോലെ 300-400 കൊല്ലം പഴക്കമുള്ളൊരു മസ്ജിദാണ്. ആ മസ്ജിദിൽ പോലും എന്താണ് അതിനകത്ത് രേഖകളൊന്നും ഇല്ലാത്ത വഖഫ് യൂസറാണ് അതെല്ലാം. അതിൻ്റെ ഇമാമാണ് ഇപ്പോൾ നമ്മുടെ രാംപൂരിലെ മെമ്പർ ഓഫ് പാർലമെന്റ് മോഹിബുള്ള നദ്വി, മൂപ്പര് ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ MP കൂടിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇനി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മളിപ്പോൾ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. വഖഫ് ബൈ യൂസർ ആണെങ്കിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത്രയും നാൾ, അതായത് 2025 നിയമം വരുന്നത് വരെ രജിസ്ട്രേഡ് ആയിട്ടുള്ള വഖഫ് ബൈ യൂസർ ആണെങ്കിൽ അത് സംരക്ഷിക്കപ്പെടും എന്നാണ് നിയമത്തിൽ പറയുന്നത്. സംരക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ശ്വാസത്തിൽ പറയുന്നത്, പക്ഷെ എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഗവൺമെന്റിന്റെ സ്വത്താണെന്ന് ഗവൺമെന്റിന്റെ അവകാശമുണ്ടെങ്കിൽ, ഈ രണ്ട് കാര്യമുണ്ടെങ്കിൽ ഈ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടില്ല എന്നും അതിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് അങ്ങനെ ആകാതിരിക്കട്ടെ. ഇപ്പോൾ ഞാനീ പറഞ്ഞ പോലെ പാർലമെന്റിൻ്റെ ഈ മസ്ജിദ്,
പാർലമെൻറ്റ് തൊട്ടടുത്തുള്ള ഈ മസ്ജിദ് വഖഫ് ബൈ യൂസറാണ്. ഈ വഖഫ് ബൈ യൂസർ അത് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കപ്പെടുമെന്നാണ് പുതിയ നിയമം പറയുന്നത്. സംരക്ഷിക്കപ്പെടട്ടെ. പക്ഷെ ആരെങ്കിലും പോയിട്ട് തർക്കം ഉന്നയിക്കുകയാണെങ്കിൽ, തർക്കം ഉന്നയിച്ച് പറയുകയാണ് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഭൂമി അതിക്രമിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു പള്ളിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് പിന്നെ അത് കളക്ടറുടെ മുമ്പിലായിരിക്കും. കളക്ടറല്ല, ഒരു ഡെസിഗ്നേറ്റഡ് ഓഫീസർ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഉദ്യോഗസ്ഥനാണ്. ആ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനും പ്രഥമ ദൃഷ്ട്യാ തോന്നുകയാണ് ഈ പറഞ്ഞ പോലെ ഇത് അതിക്രമിച്ചിട്ടാണ് പ്രഥമ ദൃഷ്ട്യാ തോന്നിയാൽ മതി, അദ്ദേഹത്തിന് തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല. അദ്ദേഹത്തിന് തോന്നലുണ്ടായി കഴിഞ്ഞാൽ അത് വഖഫ് അല്ലാണ്ടായി മാറും. അത് വഖഫ് ബൈ യൂസർ ആണെങ്കിൽ പോലും വഖഫ് അല്ലാതായി മാറുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കിടക്കുന്നത് അവിടെയാണ്. അവിടെയാണ് അവർ നമ്മളെ പിടിക്കാനുള്ള സാധ്യതയുള്ളത്. പക്ഷേ സംരക്ഷിക്കപ്പെടും എന്ന് പറയുന്നത് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ രേഖകളും ആധാരമില്ലാത്ത എല്ലാ പള്ളികളും അതേപോലെ തന്നെ വഖഫ് സ്വത്തുകളെല്ലാം സംരക്ഷിക്കപ്പെടും എന്ന് പറയുമ്പോൾ അതിൻ്റെ ആധാരങ്ങളും രേഖകളും ആധാരം രേഖകളും ഇല്ലാത്തതാണെങ്കിൽ പോലും വഖഫിൻ്റെ രജിസ്ട്രേഷൻ ചെയ്ത ആ ഡോക്യുമെൻ്റ് മാത്രം നിങ്ങൾ കയ്യിൽ വെക്കുക. അത് മാത്രം മതി. വഖഫ് ബൈ യൂസറിന് തൽക്കാലം അത് മാത്രം മതി. അതിനുശേഷം ഇപ്പോഴത്തെ വഖഫ് ഭൂമികളിൽ എന്തെല്ലാമാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 6, 7, 8 സംഗതികൾ അതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യണമെന്നുള്ളതാണ്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ വഖഫിൻ്റെ ആധാരം, ആരാണ് വഖഫ് ചെയ്തത്, എന്നാണ് വഖഫ് ചെയ്തത്, വഖഫ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ മുത്തവല്ലി ആരാണ്, എത്രമാത്രം പൈസ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്, അത് നിങ്ങൾ എവിടെയെല്ലാം ഉപയോഗിക്കുന്നത്, അങ്ങനെ 7, 8 ഏതെങ്കിലും കോടതി കേസുകൾ നിലനിൽക്കുന്നുണ്ടോ, ഈ 7, 8 പറയുന്ന ആ കാര്യങ്ങൾ, അതിൻ്റെ വ്യക്തമായിട്ട് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ആരെങ്കിലും ഒരാളുടെ വാട്സപ്പിൽ ഇട്ട് തരാം. അത് നിങ്ങളൊന്ന് സർക്കുലേറ്റ് ചെയ്താൽ മതി. അത് വളരെ പ്രധാനപ്പെട്ടാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് 6 മാസം ആണ് ടൈം തന്നിരിക്കുന്നത്. 6 മാസത്തിൻ്റെ ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ നിയമം പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഏപ്രിലാണ്. ഒക്ടോബർ വരെ ടൈം ഉണ്ടാകും. ഒക്ടോബറിനകം നമ്മളിത് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാത്ത മുത്തവല്ലിക്കുള്ള ശിക്ഷ എന്താണെന്നറിയോ? ജയിൽ ശിക്ഷയാണ്. അയാളത് നിയമവിരുദ്ധമായി കൈകാര്യം ചെയ്തു. അതല്ല, അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് അയാൾക്ക് ജയിൽ ശിക്ഷ, മുത്തവല്ലിക്ക് ജയിൽ ശിക്ഷ. അങ്ങനത്തെ ഒരു സംഗതി ഇതിനകത്തുണ്ട്. എല്ലായിടത്തും നമ്മൾ ജയിലിലേക്ക് അയക്കാനാണല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മുത്തലാഖ് നിയമത്തിലും സിവിൽ കുറ്റമായിട്ട് നമ്മൾ ജയിലിലേക്ക് അയക്കാനാണ്. അങ്ങനത്തെ ഭാഗ്യം നമുക്ക് മാത്രമേ ഉള്ളൂ. രേഖ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ജയിലാണ്. അത് നിങ്ങൾ ചെയ്യാത്ത കാരണം, അത് നിങ്ങൾ വയലേറ്റ് ചെയ്ത കാരണം നിങ്ങൾ ജയിലിൽ പോകണം. അപ്പോൾ ആ ജയിലിൽ പോകണത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഈ 6 മാസത്തിനുള്ളിൽ ഈ പറയുന്ന രേഖകളെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കണം. നിയമ ഭേദഗതിയുടെ ഭരണഘടനാ വിരുദ്ധതയോ ഭരണഘടനയ്ക്ക് അനുസൃതമാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം സുപ്രീം കോടതി തീരുമാനിക്കും. പക്ഷെ അത് 6 മാസത്തിനുള്ളിൽ തീരുമാനം വരുന്ന നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ അവരിത് പറയും, നിങ്ങൾ ഈ 6 മാസത്തിനുള്ളിൽ ഇത് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് വഖഫ് അല്ലാതെയായി മാറുകയും അതേപോലെ തന്നെ മുത്തവല്ലിക്ക് അതിനകത്ത് ജയിൽ ശിക്ഷ കൊടുക്കുകയും ചെയ്യും വേണമെങ്കിൽ. അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളെന്തായാലും ഇത് റദ്ദാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് പല സംഗതികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ചർച്ച പോലും അതിൻ്റെ ഒരു ചർച്ചയാണ്. ജനാധിപത്യ രീതിയിലുള്ള പല സംഗതികളാണ് നമ്മൾ നടത്തുന്നത്. ഈ ചർച്ചകളൊക്കെ ഈ പറയുന്ന ഈ നിയമം എത്രമാത്രം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് നിങ്ങളിൽ എല്ലാവർക്കും ഒരു ഉത്ബോധനം നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു ചർച്ചയാണ് ഞാൻ കാണുന്നത്. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു അംശം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ആൾക്കാരുടെ അടുത്ത് പോയി പറഞ്ഞ് അങ്ങനെയാണ് ജനാധിപത്യ രീതിയിൽ ഒരു നിയമം എങ്ങനെയാണ് വിരുദ്ധമായിട്ടുള്ള നിയമം എന്നുള്ളത് നമ്മളെല്ലായിടത്തും പരത്തേണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിയമപരമായിട്ടുള്ള മാർഗത്തിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ അതിനെല്ലാം സമയമെടുക്കുന്നൊരു പ്രക്രിയയാണ്. ഈ സമയമെടുക്കുന്ന പ്രക്രിയ കൊണ്ട് ഈ 6 മാസത്തെ ആ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമുക്ക് ആ പറയുന്ന കാലാവധി നമുക്ക് തിരിച്ചു കിട്ടില്ല, ആ പറയുന്ന ഒരു അവസരം തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് അവരെന്തെല്ലാമാണ് ആവശ്യപ്പെടുന്നത് അതെല്ലാം നമ്മുടെ കയ്യിലുണ്ടാകുന്നത്. കാരണം വഖഫ് ബൈ യൂസർ അല്ലാത്ത വഖഫുകൾക്ക് ഈ പറയുന്ന ആധാരമുണ്ടാകും, ഈ പറയുന്ന ആരാണ് വഖഫ് എന്നുള്ളതുണ്ടാകും, എന്നാണ് വഖഫ് ചെയ്തതെന്നുള്ള ഇത് 3 രേഖകൾ തന്നെ. ബാക്കിയുള്ളതെല്ലാം പിന്നെ ഇവർ കൈകാര്യം ചെയ്ത് മുത്തവല്ലിക്ക് കിട്ടുന്ന ഡീറ്റെയിൽസുകളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആ ഡീറ്റെയിൽസുകളെല്ലാം നിങ്ങൾ ഈ 6 മാസത്തിനുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും വേണം. വഖഫ് ബൈ യൂസറിന്റെ കാര്യത്തിലോ ഈ രേഖ ഇപ്പോൾ അതിപ്പോൾ വലിയ തോതിലുള്ള സ്വത്താണല്ലോ, അതെന്താണ് സംഭവിക്കുക? വഖഫ് ബൈ യൂസറിൽ ഇപ്പോൾ വഖഫ് ബൈ ഇത് ഉപയോഗം കൊണ്ട് വഖഫായതായി മാറിയത്. അതെ, ഉപയോഗം കൊണ്ട് വഖഫായപ്പോൾ അത് വഖഫ് ബോർഡിൽ ചിലപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവാം. ആ രജിസ്ട്രേഷൻ മാത്രം മതി എന്നുള്ളതാണ് അവരിപ്പോൾ പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യാത്ത വഖഫ് ബൈ യൂസർ ആകുമ്പോഴാണ് പ്രശ്നം വരാനുള്ള ഒരു സാധ്യത ഇതിനകത്ത് കാണുന്നത്. പക്ഷെ വഖഫ് ബൈ യൂസർ നമ്മൾ ഒരു നിയമപ്രകാരം തന്നെ നമ്മൾ അംഗീകരിച്ചൊരു തത്വമായതുകൊണ്ട് ഇപ്പോൾ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യാത്ത വഖഫ് ബൈ യൂസർ പോലും
അത് അംഗീകരിക്കുക തന്നെ വേണമെന്നുള്ളതാണ് നമ്മളുടെ വാദം. കാരണം അങ്ങനത്തെ ഒരുപാട് വസ്തുക്കൾ ഉണ്ടാക്കും പോലെ. അതാണ് അതെ. അപ്പോൾ രണ്ട് രീതിയിലാണ് അവർ കണ്ണുവെക്കുന്നത്. ഒന്ന്, രജിസ്റ്റർ ചെയ്യാത്ത, അതായത് വഖഫ് ബോർഡിൽ പോലും രജിസ്റ്റർ ചെയ്യാത്ത വഖഫ് ബൈ യൂസർ ഭൂമി സ്വത്തുക്കൾ, വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വഖഫ് ബൈ യൂസർ സ്വത്തുക്കൾ. അപ്പോൾ ആദ്യത്തെ വിഭാഗത്തിന് വളരെ എളുപ്പത്തിൽ അവർക്ക് കൈക്കലാക്കാം. വഖഫ് ബോർഡിന് രജിസ്ട്രേഷൻ പോലും ഇല്ല. രണ്ടാമത്തെ വിഭാഗം, അത് വഖഫ് ബോർഡിൽ രജിസ്ട്രേഷൻ ഉണ്ട്, പക്ഷെ ആരെങ്കിലും തർക്കം ഉന്നയിച്ചാൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ എന്തെങ്കിലും അതിക്രമിച്ച് കയറിയിരിക്കുന്ന ഭൂമിയാണെന്നുള്ള ഒരു സംഗതി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനും അവർക്ക് കൈവെക്കാം. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ വലിയ രീതിയിൽ നമ്മളിപ്പോൾ കോടതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നത്. ഇതിലിപ്പോൾ സത്യത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും എന്താ എനിക്കറിയില്ല, നിയമപരമായ വിഷയങ്ങളായതുകൊണ്ട് ഇതിനകത്ത് കുറച്ചൊരു രസകരമാക്കാനൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളൂ. ഞാനെപ്പോഴും ആലോചിക്കും, നമ്മൾ ഈ ഭരണഘടന എപ്പോഴാണ് വായിച്ചു നോക്കാൻ തുടങ്ങിയത്? ഭരണഘടന നമുക്കൊക്കെ വളരെ വിരസമായൊരു രേഖയായിരുന്നു അല്ലേ? ആധാരം നമ്മളെപ്പോഴാണ് വായിക്കൽ? ആധാരം ആരെങ്കിലും വായിക്കലുണ്ടോ? രാവിലെ തന്നെ ചായ കുടിക്കുമ്പോൾ ഒരു ആധാരം എടുത്ത് വായിച്ചളയാം, എന്ത് രസം എന്നാരും പറയാറില്ല. കാരണം അതിൻ്റെ ഭാഷ തന്നെ ഭയങ്കര കഷ്ടമാണ്. പക്ഷെ നമ്മൾ ആധാരം ഇരുന്ന് വായിക്കും. ഇപ്പം നമ്മുടെ സ്വത്ത് അന്യാധീനപ്പെടാൻ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഭാര്യേനെയും കൂട്ടും, മക്കളെയും കൂട്ടും, ചാപ്പനെയും കൂട്ടും, മൂത്താപ്പനെയും കൂട്ടും, ആധാരം എടുത്ത് രാവിലെയും വായിക്കും, ഉച്ചക്കും വായിക്കും, വൈകുന്നേരവും വായിക്കും. അതുകൊണ്ട് ഈ നിയമങ്ങളുടെ നൂലാമാല വളരെ വിരസമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും നമ്മുടെ അടിസ്ഥാനപരമായ സ്വത്തുക്കൾ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ട് ഓരോരുത്തരും ഈ നിയമത്തെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം എന്നതാണ് സത്യത്തിൽ ഈ ചർച്ച അവസാനിപ്പിച്ചും പറയുന്നതല്ല. ഞാൻ ചില ആർക്കെങ്കിലും അങ്ങനെ പെട്ടെന്നൊരു വിരസത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്ന നിലക്കാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. സർ ഇവിടെ പറയുകയുണ്ടായി, ആർട്ടിക്കിൾ 14 കാര്യം പറയുകയുണ്ടായി. ആർട്ടിക്കിൾ 14 യഥാർത്ഥത്തിൽ നിയമത്തിന് മുന്നിലുള്ള സമത്വമാണ്. ഈ സുപ്രീം കോടതിയിലെ ഇത് സംബന്ധിച്ച ജുഡീഷ്യൽ പ്രോസസ്സിനിടക്ക് അഡ്വക്കേറ്റ് ഹാരിസ് ബീരൻ അടക്കമുള്ളവർ വാദിക്കുന്ന ഒരു വകുപ്പാണ് ആർട്ടിക്കിൾ 14. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. അതിൽ ജാതിയോ മതമോ ക്ലാനോ ഒന്നുമില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഭരണഘടനാപരമായ പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ അതിനോടുള്ള പ്രതികരണവും ഭരണഘടനയെ ആക്രമിക്കുന്നു എന്ന നിലയിലായിരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളെല്ലാം മുസ്ലിങ്ങൾ മാത്രമായിട്ടാണ് പലയിടത്തും കാണുന്നത്. മുർഷിദാബാദ് അടക്കമുള്ള സ്ഥലങ്ങളിൽ സംഭവിച്ചത് അതാണ്. ഇതിനെ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ പ്രതിരോധിക്കേണ്ടത്? നിയമപരമായ പ്രതിരോധത്തെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, പരിമിതമായിട്ടെങ്കിലും നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിലെ പ്രതിഷേധം എങ്ങനെയാണ് ഉണ്ടായി വരേണ്ടത്? ജനാധിപത്യമായ പ്രതിഷേധം ഉണ്ടാവണം. മറ്റുള്ളവരെ എങ്ങനെയാണ് ഉൾപ്പെടുത്താൻ പോയി? ഇന്നലെ ഇപ്പോൾ അതിനകത്ത് നമ്മളിവിടെയുള്ള ഒരു ദളിത് ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ആക്ടിവിസ്റ്റ് പറഞ്ഞത് അവരതിൽ കക്ഷി ചേരാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇത് സത്യത്തിൽ മതേതരമായ ഒരു മതേതരം എല്ലാതരം ആളുകളും ഉൾപ്പെടുന്ന ഒരു പ്രക്ഷോഭം രൂപപ്പെടേണ്ടതല്ല. അങ്ങനെ രൂപപ്പെടുമോ? എന്താണ് അങ്ങനെ? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പാർലമെന്റിൽ ഈ ബില്ല് വന്നപ്പോൾ ഈ ബില്ലിനെ എതിർത്ത് സംസാരിച്ച ഇന്ത്യ സഖ്യത്തിലെ തീർച്ചയായിട്ടും എല്ലാ എം പിമാരും, അതിനകത്ത് ഇപ്പോൾ വളരെ വിരളമായിട്ടുണ്ടാവുള്ളൂ മുസ്ലിങ്ങളായിട്ടുള്ള എം പിമാർ, ബാക്കിയെല്ലാം ഇതര സമുദായക്കാരായിട്ടുള്ള എം പിമാർ വളരെ മനോഹരമായിട്ടാണ് ഈ നിയമത്തിനെ എതിർത്ത് സംസാരിച്ചതും എത്രമാത്രം ഭരണഘടനാ വിരുദ്ധത ഉണ്ടെന്ന് പറഞ്ഞതും. മുസ്തഫ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മളിതൊരു മുസ്ലിം ഇഷ്യൂ ആയിട്ട് മാത്രം നിർത്താതെ, അല്ലെങ്കിൽ ഒരു മുസ്ലിം സംഘടനകളുടെ മാത്രമായിട്ടുള്ള പ്രതിഷേധം ആക്കാതെ മറ്റുള്ള ഇതര അതായത് ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ടൊരു നിയമമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ ആ അവസ്ഥയെ നമ്മൾ ഉപയോഗിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ വഖഫിൻ്റെ അടിസ്ഥാന തത്വം എന്താണ് എന്നുള്ളത് ഇതര സമുദായക്കാർക്ക് അറിയില്ല, മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലാക്കാത്ത രീതിയിൽ അവർ നിൽക്കുകയാണ്. കാരണം ആ രീതിയിലുള്ള ഒരു പ്രചരണമാണ് BJPയും കേന്ദ്ര സർക്കാരും ഇതിനെതിരെ പടച്ചുവിട്ടത്. അപ്പം അത് നമ്മൾ എങ്ങനെ തിരുത്തണം എന്നുള്ളതാണ്. കാരണം വഖഫ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടൊരു ഒരു വിശ്വാസിയുടെ സ്വകാര്യ സ്വത്താണ്. ആ സ്വകാര്യ സ്വത്തിൻ്റെ സംരക്ഷണം മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അല്ലാണ്ട് മറ്റുള്ള ഒരുത്തൻ്റെ ഒരു സ്വത്ത് നമ്മൾ വഖഫ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മതത്തിലും അതിനകത്തൊരു അംഗീകാരമില്ല, നമുക്ക് വേറെ എവിടെ ഒരു അംഗീകാരമില്ലാത്ത സംഗതിയാണ്. അപ്പോൾ അത് ആദ്യം തന്നെ ഇവരുടെ മനസ്സിൽ നിന്ന് മാറ്റണം. ഇത് ഒരു വിശ്വാസിയുടെ സ്വകാര്യ സ്വത്ത്, അള്ളാഹുവിലേക്ക് സമർപ്പിച്ച സ്വകാര്യ സ്വത്ത്, അത് കയ്യേറ്റം വന്നിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് കയ്യേറ്റം തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്രക്രിയ മാത്രമാണ് എന്നുള്ളതും, അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സ്വത്ത് ഈ വഖഫ് ബോർഡ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതേപോലെ തന്നെ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സ്വത്ത് അള്ളാഹുവിലേക്ക് സമർപ്പിച്ചതാണ് എന്നുള്ള ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള തത്വം നമ്മൾ ഇതര സമുദായക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് ഇതെല്ലാം നമുക്ക് കിട്ടുന്നത്. പക്ഷേ
ആ ഒരു സാഹചര്യം ഇപ്പോഴും അത് ഉടലെടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മളുടെ ഈ പറയുന്ന പ്രക്ഷോഭങ്ങളിലെല്ലാം. സത്യത്തിൽ ഈ ട്രൈബ്യൂണലിന് അമിതാധികാരം ഉണ്ട് എന്നുള്ള പ്രചാരണമൊക്കെ ഉണ്ടല്ലോ, അത് അത്രമാത്രം ശരിയാണ്? ഇപ്പൊ ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ജില്ലാ ജഡ്ജിയാണ്. എല്ലാവരും വിചാരിക്കുന്നത് വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ നിന്നുള്ള നമ്മളുടേതായിട്ടുള്ള ഏതൊരാളെ കൊണ്ടുപോയി അവിടെ ഇരുത്തിയിട്ട് നമ്മൾ തന്നെ ഒരു തീരുമാനിക്കുകയാണ് എന്നുള്ള ഒരു രീതിയിലാണ് പ്രചരണം കൊടുത്തിരിക്കുന്നത്. വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജില്ലാ ജഡ്ജിയാണ്. ജില്ലാ ജഡ്ജി ആയിട്ടുള്ള ഒരാളെയാണ് ഡെപ്യൂട്ടേഷനിൽ വഖഫ് ട്രൈബ്യൂണലിൽ കൊണ്ടുപോയി ഇരുത്തുന്നത്. അപ്പോൾ വഖഫ് ട്രൈബ്യൂണലിൽ അമിതമായിട്ടുള്ള അധികാരം എന്നൊക്കെ പറയുന്നതിനകത്ത് യാതൊരു കഴമ്പുമില്ല എന്ന് മാത്രമല്ല, ഇതെല്ലാം ഈ പറയുന്ന പോലെ വഖഫ് ഏതോ ഒരു ഭയാനകമായിട്ടുള്ളൊരു സംഗതിയാണ് എന്ന് മറ്റുള്ള സമുദായക്കാർക്കിടയിൽ ഒരു പ്രചരണം കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും അതൊരു ഇസ്ലാമോഫോബിയയുടെ ഭാഗമാക്കി മാറ്റി നമുക്കെതിരെ തിരിക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ ടൂളാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇതര സമുദായക്കാരുമായിട്ടുള്ള സംസാരങ്ങളും സമ്പർക്കങ്ങളും ചർച്ചകളുമാണ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി നമുക്ക് ആവശ്യമായിട്ടൊരു കാര്യം തന്നെയാണ്. ഇതിൽ സ്വാഭാവികമായും ഇത് നമ്മളിങ്ങനെ ഈ നിയമത്തെ ഇഴകീറി പരിശോധിക്കുകയും അത് സംബന്ധിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ഇൻട്രോസ്പെക്ഷൻ, ഒരു ആത്മവിചാരണ ഇതിനകത്ത് നടക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. തീർച്ചയായും അഡ്വക്കേറ്റ് സാറിനും അത് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മുസ്ലിം ഇപ്പോൾ കേരളത്തിൽ പോലും ഇത്രമാത്രം ശക്തമായ മത സാമുദായിക സംഘടന രാഷ്ട്രീയ സ്വാധീനമുള്ള കേരളത്തിൽ പോലും വലിയ തോതിലുള്ള വഖഫ് അന്യാധീനങ്ങൾ നടന്നിട്ടുണ്ട്. പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത്, അതിനകത്ത് നമ്മുടെ സമുദായ പാർട്ടിക്ക് പോലും ചെളി പറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിരവധി പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. വഖഫ് സ്വത്തുക്കളുടെ കാര്യത്തിൽ വലിയ അനാസ്ഥയും വഴിമാറ്റലും നടന്നിട്ടുണ്ട്. നേരത്തെ സാറ് പറഞ്ഞത് ഒരാളുടെ തേട്ടമാണ്, ഒരാളുടെ നീയത്താണ്, ഒരാളുടെ മനസ്സാണ്. അങ്ങനെ മനസ്സായിരിക്കെ എങ്ങനെയാണ് ഇതിങ്ങനെ വകമാറ്റി ഇതിനകത്ത് അന്യാധീനത്തിന് കൂട്ടു നിൽക്കാൻ സാധിക്കുന്നത്? ഒന്ന്. രണ്ടാമത്തത്, നമ്മളെ $1,000,000 ക്വസ്റ്റ്യൻ, മുനമ്പത്ത് എന്താണ് സംഭവിക്കുന്നത്? കോടതി, അത് പറവൂർ സബ് കോടതിയാവട്ടെ, ഹൈക്കോടതിയാവട്ടെ, അവരൊക്കെ അതിൽ വന്നിട്ടുള്ള എല്ലാ ജുഡീഷ്യൽ പ്രക്രിയക്കിടയിലും അത് വഖഫാണ് എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. പിന്നീട് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു സെൻസിറ്റീവ് ആയ ഒരു അംശമാണ് എന്നതുകൊണ്ട് മാത്രം അതല്ലെന്ന് പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? അതിനെന്താണ് യഥാർത്ഥത്തിലുള്ള പരിഹാരം? ആ യഥാർത്ഥ പരിഹാരം എന്ന് പറയുന്നത് ആരും പറയുന്നില്ല, അവിടുന്ന് കുടിയിറക്കണം എന്നൊന്നും പറയുന്നില്ല. ഇതിനെ ഒരു ആളുകൾക്കിടയിൽ വിഭജനത്തിനുള്ള പരിപാടിയായി നടത്തുമ്പോൾ മുസ്ലിം ലീഗാണ് വലിയ ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ആ ഉത്തരവാദിത്വം അവർ നിർവഹിക്കേണ്ടത് വഖഫ് അവകാശം അടിയറ വെച്ചുകൊണ്ടാവുകയും ചെയ്യരുത്. അങ്ങനെ ഉണ്ടല്ലോ, ഞങ്ങൾ മതേതരമാണ്, ഞങ്ങൾ ഗംഭീരമാണ്, ഞങ്ങൾ ആരെയും വിഭജിക്കാൻ പോകുന്നില്ല എന്ന് പറയാൻ വേണ്ടി ഈ അവകാശത്തെ വകവെച്ച് വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ആകാൻ പാടില്ലല്ലോ. അത് ഇതിനകത്ത് നിന്നുകൊണ്ട് എന്ത് പരിഹാരമാണ്, അല്ലെങ്കിൽ ഈ ഭേദഗതിക്ക് ശേഷം എന്ത് മാറ്റമാണ് മുനമ്പം ഉണ്ടാക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ മുനമ്പത്തെ ഈ വിഷയത്തിന് എമിക്കബിളായൊരു സൊല്യൂഷൻ എന്താണ്? മുനമ്പം വിഷയം എന്താണെന്ന് ആദ്യം നമ്മൾ അറിയണം. എന്താണ് വിഷയം എന്നുള്ളത് പലർക്കും ഈ മുനമ്പം വിഷയം എന്താണെന്ന് അറിയില്ല. 2 മിനിറ്റിൽ ഞാൻ വിഷയം എന്താണെന്ന് പറയാം. 1950 ഒരു സിദ്ദീഖ് സേട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ആധാരമുണ്ടാക്കി. ആ ആധാരം ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റിൻ്റെ അനുകൂലമായിട്ടൊരു ആധാരമാണ്. ഈ ആധാരത്തിൽ ആദ്യത്തെ പാരഗ്രാഫിൽ അദ്ദേഹം എഴുതുന്നുണ്ട്, ഇത് ഞങ്ങൾ വഖഫായിട്ട് ഫറൂഖ് കോളേജിന് നൽകുകയാണ് എന്ന്. വഖഫ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം അവസാനത്തെ 2 പാരഗ്രാഫുകൾ 2 ക്ലോസുകളുണ്ട്. ഈ ക്ലോസുകളാണ് ഇതിനകത്ത് ബുദ്ധിമുട്ടുള്ള ക്ലോസുകൾ. ഒന്ന്, ഈ പറയുന്ന ഭൂമി ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റിന് വേണമെങ്കിൽ കൈമാറ്റം ചെയ്യാം, വിൽക്കാം. നമ്മൾ സാധാരണ ഭാഷ പറഞ്ഞാൽ വിൽക്കാം. രണ്ടാമത്തെ ക്ലോസ് എന്ന് പറയുന്നത്, എന്തെങ്കിലും ഈ ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന സ്ഥാപനം അടച്ചുപൂട്ടുകയാണെങ്കിൽ ഈ പറയുന്ന ഭൂമി എൻ്റെ കുടുംബത്തിന് തിരിച്ചു വരണം എന്നുള്ളതാണ് രണ്ടാമത്തെ ക്ലോസ്. ഈ 2 ക്ലോസുകളാണ് നമ്മളെ നിയമപരമായിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളുള്ള 2 ക്ലോസുകൾ. കാരണം വഖഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ്. നമ്മളൊരു ഭൂമി അങ്ങോട്ട് അള്ളാഹുവിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ഭൂമി അവിടെ നമുക്ക് പിന്നെ തിരിച്ചില്ല. ഇവിടെ അതല്ല. ഇവിടെ അവസാനം 2 ക്ലോസുകൾ അവർ എഴുതിയിരിക്കുകയാണ്. ഒന്ന്, നിങ്ങൾക്ക് വേണമെങ്കിൽ വിൽക്കാം, കൈമാറ്റം ചെയ്യാമെന്ന്. കൈമാറ്റം ചെയ്ത് കഴിഞ്ഞാൽ അത് വഖഫിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വത്തിന് വിരുദ്ധമായി. രണ്ടാമത്തത്, ഈ ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന സ്ഥാപനം എന്തെങ്കിലും നിൽക്കുകയാണെങ്കിൽ അത് തിരിച്ച് ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ വരണം. അപ്പോൾ അപ്പോഴും അത് തിരിച്ചു പോകണം എന്നുള്ളതാണ്.
അങ്ങനെ ആ 1950 ആ വഖഫ് എന്ന് പറയുന്ന രേഖ വന്നു. ഈ പറയുന്ന വഖഫല്ല, ഈ പറയുന്ന രേഖ വന്നു. 1960-കളിലാണ് ഒരു പക്ഷേ ഫറൂഖ് കോളേജിന് ഇങ്ങനത്തെ ഒരു രേഖ ഉണ്ട് എന്നുള്ളതും ഇങ്ങനത്തെ ഒരു ഭൂമി അവിടെ ഉണ്ട് എന്നുള്ളതും അവർക്ക് ബോധ്യപ്പെട്ടത്. അവരപ്പോൾ ഈ ഭൂമി നോക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ മുനമ്പം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ എറണാകുളം മറൈൻ ഡ്രൈവിൽ നിന്ന് അരമണിക്കൂർ നമ്മൾ ഗോശ്രീ പാലം വഴി പോയി കഴിഞ്ഞാൽ മുനമ്പത്തെത്താം. അന്നെന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു ദ്വീപിൻ്റെ ഭാഗമാണ്. അപ്പോൾ ചിലപ്പോൾ ഒരുപാട് ബോട്ടുകൾ കയറണം, വഞ്ചി തോണിയിൽ കയറേണ്ടിയൊക്കെ വരും. അങ്ങനെയാണ് ഈ പറയുന്ന ഭൂമിയിലെത്താൻ സാധ്യതയുള്ളത് അന്നത്തെ സാഹചര്യത്തിലേക്ക്. അവരവിടെ എത്തി. 1960-കളിൽ അവർ ഈ ഭൂമി നോക്കാൻ വേണ്ടി എത്തിയപ്പോൾ തന്നെ അവിടെ കുറച്ച് ആളുകൾ കുടിലൊക്കെ കെട്ടി താമസിക്കുന്നുണ്ട്. അങ്ങനെ താമസിക്കുന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് ഇവർ ലോക്കൽ കോടതി പറവൂർ സബ് കോടതിയിൽ ഒരു കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ പറവൂർ സബ് കോടതി അവരുടെ ഈ രേഖ നോക്കിയിട്ട് പറഞ്ഞു, ഇതൊരു വഖഫ് രേഖയാണല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന അവിടെ താമസിക്കുന്ന കുടിയേറ്റക്കാരെല്ലാം ഒഴിപ്പിക്കാൻ പറഞ്ഞു. ഒഴിപ്പിക്കാൻ പറഞ്ഞ ആ വിധിക്കെതിരെ ഈ കുടിയേറ്റക്കാർ ഹൈക്കോടതി പോയി. ഹൈക്കോടതിയും ഇത് തന്നെ പറഞ്ഞു. അങ്ങനെ 1976-77 കാലഘട്ടത്തിൽ ഇവർ ഒഴിപ്പിക്കാനുള്ള ശ്രമമായിട്ട് പോലീസിൻ്റെ അടുത്ത് പോയി. പോലീസ് പറയുന്നത് ഒഴിപ്പിക്കാൻ ശ്രമം നടത്തി, പക്ഷേ വലിയ രീതിയിലുള്ള ഒരു നിയമ പ്രശ്നം അവിടെ വരും, ലോ ആൻഡ് ഓർഡർ പ്രശ്നം, ക്രമസമാധാന പ്രശ്നം വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പോലീസ് ഫറൂഖ് കോളേജ് മാനേജ്മെൻ്റ് അടുത്ത് പറയുകയാണ്. അപ്പോൾ ഫറൂഖ് കോളേജ് എന്ത് വിചാരിച്ചു, ഞങ്ങൾക്ക് ഈ രേഖയിൽ ഇത് വിൽക്കാനുള്ളൊരു അവകാശം തന്നിട്ടുണ്ട്, എന്നാൽ ഈ രേഖയിലെ ഈ അവകാശം വെച്ച് ഞങ്ങളിത് വിൽക്കാം. അങ്ങനെ അവിടെ അവരൊരു കരാറിൽ ഏർപ്പെടുകയാണ്. ഒരു പോൾ വക്കീൽ എന്ന് പറയുന്ന അവിടെ താമസിക്കുന്ന ഒരു വക്കീലായിട്ട് അവർ കരാറിൽ ഏർപ്പെട്ടിട്ട് അത് ഫറൂഖ് കോളേജ് നിങ്ങൾ ഞങ്ങൾക്ക് ഇത് വിറ്റ് തരണമെന്ന് പറയുകയാണ്. അങ്ങനെ 1980-കളിലാണ് ഈ ഭൂമിയെല്ലാം ഈ പോൾ വക്കീൽ ത്രൂ വിറ്റു പോകുന്നത്. അതായത് ഫറൂഖ് കോളേജിൻ്റെ നിർദ്ദേശപ്രകാരം പോൾ വക്കീൽ വിൽക്കുകയാണ് ഈ പറയുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ. 1950 രേഖയിൽ വിൽക്കാമെന്നുള്ള അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ ഫറൂഖ് കോളേജ് അവിടെ നിന്ന് പോയി, പൈസയും കിട്ടി, അവരവിടെ നിന്ന് പോയി. 1980-കളിലാണ് ഞാൻ ഈ പറയുന്നത്. 90-ലോ VS സർക്കാർ വന്ന സമയത്ത്, VS അച്യുതാനന്ദൻ സർക്കാർ വന്ന സമയത്ത് സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിക്കണം. ഒരു റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജ്, ജില്ലാ ജഡ്ജ് MA നിസാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു കമ്മീഷനായിട്ട് നിയോഗിക്കുകയാണ്. ആ കമ്മീഷൻ്റെ ഒരു ടേം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഇങ്ങനെ വഖഫ് ഭൂമി അന്യാധീനം പോയി കിടക്കുന്നുണ്ടോ, അതുണ്ടെങ്കിൽ അതിനെ തിരിച്ചു പിടിക്കാനുള്ള മാർഗങ്ങൾ എന്താണെന്നുള്ളത്. ഈ പറയുന്ന നിസാർ കമ്മീഷൻ എല്ലാ കണ്ടെത്തലും കഴിഞ്ഞിട്ട് ഒരു അധ്യായം ഇതിനു വേണ്ടി മാത്രം, ഈ മുനമ്പം ഭൂമിക്ക് വേണ്ടി മാത്രം അധ്യായം ഇടുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഈ പറയുന്ന ഭൂമി വഖഫ് ഭൂമിയാണ്, അന്യാധീനം പോയി കിടക്കുകയാണ്, കുറേ ആളുകൾ അവിടെ കുടിയേറി പാർക്കുന്നുണ്ട് എന്ന് അദ്ദേഹം എഴുതുകയാണ്. ഈ റിപ്പോർട്ട് ക്യാബിനറ്റിൽ പോകുന്നു. ക്യാബിനറ്റ് ഈ റിപ്പോർട്ട് അംഗീകരിക്കുന്നു. അത് ഏകദേശം 2011 കാലഘട്ടത്തിലാണ്, 2010-11 കാലഘട്ടത്തിലായിരിക്കും. അപ്പോഴും ഈ പറയുന്ന പോലെ അവിടെ ആളുകളെല്ലാം താമസിക്കുകയാണ്, അവർക്കൊന്നും ഒരു പ്രോബ്ലം ഇല്ലാതെ അവർ താമസിക്കുകയാണ്. 2014-15 ആയപ്പോഴും ഈ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും ഈ റിപ്പോർട്ടിലെ ശുപാർശകളൊന്നും നടപ്പിലാക്കിയില്ല. അപ്പോൾ ഏതോ ആളുകൾ ഹൈക്കോടതിയിൽ പോയിട്ട് പറഞ്ഞു, ഇത് സർക്കാരിൻ്റെ തന്നെ റിപ്പോർട്ടാണ്, ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് നടപ്പിലാക്കാൻ പറഞ്ഞു. ഹൈക്കോടതി പറഞ്ഞു, നിങ്ങളുടെ സർക്കാരിൻ്റെ റിപ്പോർട്ടല്ലേ, നിങ്ങൾ നടപ്പിലാക്കാൻ പറഞ്ഞു. അങ്ങനെ നടപ്പിലാക്കാൻ പറഞ്ഞപ്പോഴും നടപ്പിലാക്കിയില്ല. ലാസ്റ്റ് 2019 ഒരു കോടതിയലക്ഷ്യ കേസ് കൊടുത്തു വഖഫ് ബോർഡിനെതിരെ, നടപ്പിലാക്കാത്തത് കാരണം. അങ്ങനെ ഹൈക്കോടതിയിലെ നിർദ്ദേശപ്രകാരമാണ് വഖഫ് ബോർഡ് 2019 ഈ ഭൂമി വഖഫ് ഭൂമിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോഴും അവിടുത്തെ ആളുകൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 2022 ഇവർ കരമടക്കാൻ പോയപ്പോഴാണ് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്, ഇപ്പോൾ രേഖകളിൽ കാണുന്നു ഇത് നിങ്ങളുടെ ഭൂമിയല്ല, ഇത് വഖഫ് ഭൂമിയാണെന്ന് കാണുന്നു, അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് കരം മേടിക്കാൻ പറ്റില്ല എന്ന് 2022 ഈ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പറയുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങളുടെ തുടങ്ങുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് 1950 ആ രേഖ, ആ സിദ്ദീഖ് സേട്ട് കൊടുത്ത രേഖ വഖഫ് ഭൂമിയായിട്ട് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ആയത് 2019-ലാണ്. അപ്പോൾ അത്രയും നാൾ വഖഫിൽ രജിസ്റ്റർ ചെയ്യല്ല ഈ വഖഫ് ഭൂമിയായിട്ട്. ഈ വഖഫ് ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഫറൂഖ് കോളേജ് ഉടനെ തന്നെ വഖഫ് ട്രൈബ്യൂണലിൽ ഒരു അപ്പീൽ കൊടുത്തു. ഫറൂഖ് കോളേജ് പറഞ്ഞു, ഇത് വഖഫ് ഭൂമിയല്ല, ഇത് ഇഷ്ടദാനമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ 2 ക്ലോസുകൾ. ഞങ്ങൾക്ക് വിൽക്കാനുള്ള അവകാശം തന്നപ്പോൾ അതിൻ്റെ അർത്ഥം അത് ഇഷ്ടദാനമാണ് എന്ന് പറഞ്ഞ് ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് വഖഫ് ട്രൈബ്യൂണലിൽ കേസ് കൊടുത്തു. ആ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. കേസ് ഇപ്പോഴും അതിൻ്റെ അന്തിമ ഇത് വന്നിട്ടില്ല. അതിനകത്ത് ഒരുപാട് പേര് കക്ഷി ചേർന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019-ലാണ് ഇത് വഖഫ് ഭൂമിയാക്കിയത്. നിയമപ്രശ്നമെന്ന് പറയുന്നത്
വഖഫ് ഭൂമിയായിട്ട് വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്തതിന് ശേഷമുള്ള കൈമാറ്റമാണെങ്കിൽ അതിനെ നമുക്ക് തടയാം, അല്ലെങ്കിൽ അത് അസാധുവാകും. ഇത് അതിന് മുമ്പ് ഉണ്ടായിരിക്കുന്ന 1980-കളിൽ ഉണ്ടായിരിക്കുന്ന കൈമാറ്റമാണ്. വഖഫ് ഭൂമിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കുന്ന കൈമാറ്റമാണ്. അപ്പോൾ ഇത് കൈമാറിയ സമയത്ത് ഇത് വഖഫ് ഭൂമി അല്ലായിരുന്നോ? അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇത് അസാധുവാകുമോ? അസാധു തന്നെയായിരിക്കും. ഇതെല്ലാമാണ് നിയമപ്രശ്നമായിട്ട് ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണലിന് മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ അതിനകത്തൊരു അഭിപ്രായം പറയുന്നില്ല, കാരണം വെച്ചാൽ അത് കോടതിയുടെ മുമ്പിൽ നിലനിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാൻ അതിനകത്ത് അഭിപ്രായം പറയുന്നില്ല. പക്ഷേ എന്താണ് അവിടുത്തെ സ്ഥിതിവിശേഷമെന്ന് നിങ്ങളെ ഒന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളിൽ എത്തുന്ന ഒരു ന്യൂസ് എന്താണ്, ഒരു വാർത്ത എന്താണ്, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത എന്താണ്? പാവപ്പെട്ട കുറേ മത്സ്യത്തൊഴിലാളികൾ ജീവിച്ചിരുന്ന ആ 400 ഏക്കറോളം വരുന്ന ഭൂമി ഒരു സുപ്രഭാതത്തിൽ വഖഫ് ബോർഡ് അവർക്ക് വേണമെന്ന് തോന്നിയപ്പോൾ ഒരു വിജ്ഞാപനം ഇറക്കിയത് വഖഫ് ഭൂമിയാക്കി മാറ്റി എന്നുള്ള രീതിയിലുള്ള കഥയാണ് പരത്തുന്നത്. ഈ കഥയാണ് എല്ലാവർക്കും വിശ്വസിക്കാനും താല്പര്യം, പ്രത്യേകിച്ച് ഇതര സമുദായങ്ങൾക്ക് വിശ്വസിക്കാൻ താല്പര്യമായിട്ടുള്ള കഥ അതാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് വഖഫ് എന്ന് പറയുന്നത്, വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഇത്രമാത്രം അധികാരമുള്ള, സർവാധികാരമുള്ള ഒരു ബോഡിയാണ്. നിങ്ങളുടെ വീട് പോലും അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം പോലും ഇങ്ങനത്തെ ഒരു വിജ്ഞാപനം വിട്ടു കഴിഞ്ഞാൽ അതൊരു പക്ഷേ വഖഫ് ഭൂമിയായിട്ട് മാറുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എതിർക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള കഥ, ഒരു നരേറ്റീവാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും, ആ കഥയും ഇതും തമ്മിൽ, ഈ വസ്തുതകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് നിങ്ങളെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം പറഞ്ഞത്. ഇനി അതിനുള്ള പരിഹാരം എന്താണെന്ന് മുസ്തഫ ചോദിച്ചു. പരിഹാരം എന്ന് പറയുന്നത്, ഇപ്പോൾ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഒരുപാട് മുസ്ലിം സംഘടനകളുടെ യോഗം ചേർന്നു. 1-2 പ്രാവശ്യം ചേർന്നിട്ടുണ്ടാകും. അപ്പോൾ അദ്ദേഹം ആ യോഗത്തിന് ശേഷം പറഞ്ഞ വാക്കുകൾ എന്ന് പറയുന്നത്, ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ളത് കോടതിയിൽ കിടക്കുന്ന വിഷയം, കോടതി അത് തീരുമാനിക്കണം. പക്ഷേ അവിടെ താമസിക്കുന്ന ഈ പറയുന്ന ഒരുപാട് മത്സ്യത്തൊഴിലാളികളുണ്ട് എന്ന് പറയുന്നത്, അവരെ ആരും കുടിയിറക്കാൻ പറയുന്നില്ല. അപ്പോൾ അതിനുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ് ഒരു പോംവഴി അതിനകത്ത് കാണിക്കേണ്ടത്. സംസ്ഥാന സർക്കാർ ഒരുപാട് പോംവഴികളുണ്ട്. ഒരു പോംവഴി എന്ന് പറയുന്നത് ആ ഭൂമി അവിടെ നിൽക്കട്ടെ, പക്ഷേ അതേ എമൗണ്ടിലുള്ള ഭൂമി വേറെ സ്ഥലത്ത് വിജ്ഞാപനം ചെയ്ത് കൊടുത്താൽ മതി. ഇത് വഖഫ് ഭൂമിയാണെന്ന് ട്രൈബ്യൂണൽ കണ്ടെത്തി കഴിഞ്ഞാൽ ഈക്വൽ എമൗണ്ട് ഓഫ് ഭൂമി വേറെ എല്ലായിടത്തും വേണമെങ്കിൽ അവർക്ക് വിജ്ഞാപനം ചെയ്ത് കൊടുക്കാം. അങ്ങനെ പല രീതിയിലുള്ള ഓപ്ഷനുകളും സംസ്ഥാന സർക്കാരിൻ്റെ അടുത്തുണ്ട്. പക്ഷെ സംസ്ഥാന സർക്കാരും എനിക്ക് തോന്നുന്നത് വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ട്രൈബ്യൂണലിൻ്റെ ഉത്തരവ് എന്താണ് എന്ന്. ട്രൈബ്യൂണലിൽ ഇപ്പോൾ ഉത്തരവ് പാസ്സാക്കിയാണ്, ഇത് ഇഷ്ടദാനമാണ് എന്ന് പറഞ്ഞ് പാസ്സാക്കുകയാണെങ്കിൽ അത് വഖഫ് ഭൂമി അല്ലാണ്ടായി മാറണം. അപ്പം എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ് അവിടെ. പക്ഷേ എല്ലാവരും ഒരുമിച്ച് പറയുന്നുമുണ്ട് അവിടെ നിന്ന് ആരും കുടിയേറിക്കണ്ട എന്നുള്ളത്. അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഒരു സങ്കീർണത ഉണ്ട് എന്നുള്ളതിനകത്ത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് 2019 വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നം. അത് ശരിക്കും വഖഫായിരുന്നെങ്കിൽ 1950 വഖഫായിട്ട് തന്നെയാണ് കൊടുത്തിരുന്നതെങ്കിൽ 1954 വഖഫ് ബോർഡ് രൂപീകരിക്കപ്പെട്ട സമയത്തെങ്കിലും അത് വഖഫായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ഭൂമിയായിരുന്നു എന്നുള്ളതാണ്. അല്ല, എനിക്ക് ചെറിയൊരു വിയോജിപ്പുള്ളത്, നമുക്ക് സമയപരിമിതി കൊണ്ടാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ കോടതികളൊക്കെ ഇത് ഈ ആദ്യത്തെ സേട്ടിൻ്റെ രേഖയ്ക്കകത്തുള്ള ആദ്യ ഭാഗം കണക്കിലെടുത്തു എന്നാണല്ലോ. ഇതിലെ ആദ്യ ഭാഗം ഇത് വഖഫായി കൊടുത്തു എന്ന ഭാഗം കോടതികൾ കണക്കിലെടുത്തതുകൊണ്ടാണല്ലോ ഈ ബോർഡിന് ഇപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയതും കോടതി തന്നെ നിർദ്ദേശിക്കുന്ന ഭാഗമായി ഇത് നിസാർ കമ്മീഷൻ അത് പരിശോധിക്കുകയും ചെയ്തിരുന്നത്. നമുക്ക് അതിനെ തെറ്റാന്ന് പറയാൻ പറ്റുമോ? അത് തെറ്റല്ലല്ലോ. അല്ല, അതിനകത്ത് കോടതി അന്ന് പരിശോധിച്ചത് ഇത് വഖഫാണോ അല്ലേ എന്നുള്ള വിഷയത്തിലല്ല. അത് ഈ പറയുന്ന രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഫറൂഖ് കോളേജിന് ഭൂമി കിട്ടിയിരിക്കുന്നത്. ആ രേഖ വായിച്ചു നോക്കുമ്പോൾ അത് വഖഫ് ആണ് ഒരു പരാമർശമാണ് കോടതി നടത്തിയത്. ഇവര് അതിന്റെ ഉടമസ്ഥരാണ് എന്നുള്ളതിന്റെ രീതിയിലാണ് കോടതി പരാമർശം. ഇന്നാണ് ഇപ്പോ ഇത് വഖഫായിരുന്നോ, വഖഫായ സമയത്താണോ ഈ കൈമാറ്റം ചെയ്തത് എന്നുള്ളതിന്റെയൊക്കെ ചർച്ച വരുന്നത് ഇപ്പോഴാണ് ചർച്ച വരുന്നത്. ആ ചർച്ചയുടെ പ്രസക്തി വരുന്നത് ഇപ്പോഴാണ്. അന്നിപ്പോ വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്യാത്തൊരു പ്രശ്നം കാരണം. അന്ന് വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അല്ല, അതിനകത്ത് ഒരു ബ്ലെയിം ഗെയിം എന്തായാലും ഉണ്ട് കുറച്ച്. എനിക്ക് ഇല്ലാതെ സാറ് പറയാം, ഇപ്പോൾ നിങ്ങൾ പറയുന്നു അത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഇങ്ങനെ അതിനകത്ത് കുറച്ചൊരു പൊളിറ്റിക്സ് സാർ ഉപയോഗിക്കുന്നുണ്ടോ എനിക്ക് സംശയം ഉണ്ടോ? പൊളിറ്റിക്സ് അല്ല, ഇത് നമുക്കിപ്പോൾ ഒരു പോംവഴിയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഈ പോംവഴി ഏത് രീതിയിലാണ് നമുക്ക് നല്ല രീതിയിൽ, കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഞാൻ പറഞ്ഞ പോലെ വലിയ രീതിയിൽ നരേറ്റീവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മുസ്ലിം സമൂഹത്തിനെതിരെയും ഈ പറയുന്ന വഖഫിനെതിരെയും വഖഫ് ബോർഡിനെതിരെയുമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു നരേറ്റീവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നരേറ്റീവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ അപകടം ചെയ്യും. പക്ഷേ
ഇപ്പോൾ അന്ന് നമ്മൾ കണ്ടാണ് കേന്ദ്രമന്ത്രി ഈ പുതിയ നിയമം വന്നതിന് ശേഷം മുനമ്പത്ത് വന്നിട്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, അത് കോടതികളിൽ കൂടി തന്നെയാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു കുറ്റസമ്മതം പോലെ പറഞ്ഞതും നമ്മൾ കണ്ടതാണ്. റിജിജു പറഞ്ഞു. അതിനു മുമ്പ് എല്ലാവരും പറഞ്ഞത് ഈ പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ മുനമ്പംകാർക്ക് എല്ലാ രക്ഷയാണ്, ഞങ്ങൾ പടക്കം അതുകൊണ്ടാണ് പടക്കം പൊട്ടിച്ചത് അവിടെ. ആ പൊട്ടിച്ച പടക്കം ഇപ്പോഴും ബാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഇനി പൊട്ടിക്കൂലാരും. കാരണം വെച്ചാൽ കേന്ദ്രമന്ത്രി, അതായത് ബില്ല് അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി വന്ന് പറഞ്ഞത് ഈ ബില്ല് കൊണ്ട് നിങ്ങൾക്ക് വലിയ രക്ഷയൊന്നുമില്ല, നിങ്ങൾ കോടതി പോയിട്ട് ആ കോടതിയിൽ നിങ്ങൾ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ഈ പുതിയ നിയമം നിങ്ങൾ ഉപയോഗിച്ചോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ കേരളത്തിലെ ഈ പറയുന്ന ഒരു പ്രത്യേക ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ ഒരു വിള്ളൽ വീഴ്ത്താനുള്ള ഒരു ശ്രമം എന്തായാലും നടത്തുന്നുണ്ട്, ഒരു പരിധിവരെ ഒരു വിജയിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഒരു പരിഹാരം ഇതിന് അത്യാവശ്യമാണെന്ന്. സന്തോഷം. നമ്മൾ ഇച്ചിരി ദീർഘമായ ഒരു സംസാരമാണ് നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഏറെക്കുറെ എല്ലാ വശങ്ങളും കടന്നു പോയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ആസ് എ സ്റ്റുഡൻറ്റ് എനിക്കത് വലിയ ഒരു വളരെ സന്തോഷമുള്ള ഒരു നിമിഷമായിരുന്നു. അദ്ദേഹവുമായി സംസാരിക്കാൻ അവസരം കിട്ടിയെന്നുള്ളതും ഇത്ര വിശദമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതും. എന്നാൽ ഇതിവിടെ ഈ ചർച്ച ഒരിക്കലും ഇതിവിടെ പൂർണ്ണമാവുന്നില്ല എന്ന് ഉറപ്പാണ്. നിങ്ങളെല്ലാവരും തന്നെ ഈ നിയമങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി പോകണം. നമ്മളിത് ഇന്ത്യയിലൊട്ടാകെ മതേതരമായ മുന്നേറ്റമാണ് ഇതിനകത്ത് ഉണ്ടാവേണ്ടത്. ഇന്ത്യ സഖ്യം അതിൽ വളരെ കാര്യമായ സമീപനം എടുത്തു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. അങ്ങനെ ആകുമ്പോൾ തന്നെയും എനിക്ക് പറ്റുന്ന മുറിവ് എനിക്ക് പറ്റിയത് തന്നെയാണ്, അതെനിക്ക് വേദനിക്കും. അതുപോലെ നമ്മുടെ സമുദായത്തിൻ്റെ അസ്തിത്വം ആണ് തകർക്കാൻ നോക്കുന്നത് എന്നതുകൊണ്ട് തീർച്ചയായും സമുദായത്തിന് ഇതിൽ വേദനിക്കും. സ്വാഭാവികമായി അതിലെ പ്രതിഷേധങ്ങളുണ്ടാവും. പക്ഷേ അത് വളരെ വ്യവസ്ഥാപിതമായിരിക്കണം. നമ്മുടെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിലയിലായിരിക്കണം അത്തരം കൂട്ടായ്മകൾ ഉണ്ടാവേണ്ടത്. പക്ഷേ ആ അടിത്തറയിൽ നമ്മളിതെല്ലാവരും പഠിക്കുകയും ഏറ്റവും ലളിതമായി മറ്റു മനുഷ്യരോടത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവുകയും വേണം. ഒറ്റ കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ശരീഅത്ത് വിവാദ കാലത്ത് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളൊരു മുദ്രാവാക്യം 1, 2, 3 കെട്ടും EMSൻ്റെ ഓളിയും കെട്ടും എന്നായിരുന്നു. എന്ന് വെച്ചാൽ ശരീഅത്ത് എന്ന് പറയുന്നത് എന്തോ കല്യാണം കഴിക്കാനുള്ളൊരു ഏർപ്പാടാണ് എന്നാണ് അത്തരം മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് തെറ്റായ സമീപനങ്ങളുണ്ടാക്കി, തെറ്റായ പ്രചാരണങ്ങളുണ്ടാക്കി. ശരീഅത്ത് എന്താണ് എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മൾ കാര്യമായിട്ട് ആളുകളോട് വിശദീകരിച്ചിട്ടില്ല. നമ്മൾ തന്നെ സമ്മേളനം ചേരുക, നമ്മൾ തന്നെ പ്രതിഷേധിക്കുക, നമ്മൾ തന്നെ പിരിഞ്ഞു പോവുക എന്ന നിലയിലാണ്. വഖഫ് സംബന്ധിച്ച് മറ്റു മനുഷ്യരോട് വളരെ ലളിതമായി ഇതെന്താണ് എന്ന് സംസാരിക്കാനുള്ള ആത്മവിശ്വാസം നമുക്കുണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു. വളരെ സന്തോഷം സർ, ഇതിൽ ഇത്രയും നേരം കുറച്ചധികം തന്നെ ഞങ്ങളോട് സംസാരിച്ചത് വളരെ സന്തോഷം. നന്ദി. മർക്കസ് ലോ കോളേജ് ഫൈനൽ ലോ സ്റ്റുഡൻ്റാണ് സാറ്. പ്രശ്നങ്ങൾ, കോൺഫ്ലിക്റ്റുകൾ അവതരിപ്പിച്ച സമയത്ത് ഞാൻ ആസ് എ ലോ സ്റ്റുഡൻറ്റ് ഞാനും അമെൻമെൻറ്റ് വായിച്ചിരുന്നു. ആ സമയത്ത് എനിക്ക് ഏറ്റവും വലിയ ആശങ്കയായി തോന്നിയത് ഡെഫിനിഷനിലായിരുന്നു. കാരണം ഏതൊരു വസ്തുവിനെയും ആ വസ്തുവാക്കി മാറ്റുന്നത് ഡെഫിനിഷനാണ്. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഇറ്റ് ഈസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ ബൗണ്ടറീസ് ഓഫ് ദ കോൺസെപ്റ്റ് എന്നാണ്. നമ്മൾ മുത്താലിമ്യങ്ങളൊക്കെ പറയലുണ്ട് അൽ ജാമിഉൽ മാനി, അതായത് ഇൻക്ലൂഡ് ചെയ്യേണ്ടവയെ ഇൻക്ലൂഡ് ചെയ്യുക, എക്സ്ക്ലൂഡ് ചെയ്യേണ്ടവയെ എക്സ്ക്ലൂഡ് ചെയ്യുമ്പോഴേ ഡെഫിനിഷൻ ആവുകയുള്ളൂ. പക്ഷേ വഖഫ് നിയമത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഇസ്ലാമിക് ലോ അനുസരിച്ചുള്ള ഒരു ഡെഫിനിഷനിൽ നിന്നും പുതിയൊരു ഡെഫിനിഷനിലേക്ക് എങ്ങനെയാണ് മാറ്റാൻ കഴിയുന്നത്? ഒരു ഡെഫിനിഷൻ വഖഫിൻ്റെ യഥാർത്ഥ ഡെഫിനിഷനിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അത് വഖഫ് അല്ലാതായി മാറുകയല്ലേ ചെയ്യുന്നത്? അതിനുള്ള അതോറിറ്റി ഉണ്ടോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ഉണ്ടെങ്കിൽ തന്നെ അതിനെതിരെ ഈ ഡെഫിനിഷൻ മാറ്റത്തെക്കുറിച്ച് ആരും ഇതുവരെയും സംസാരിക്കുന്നത് കേട്ടില്ല. ഡെഫിനിഷനിൽ തന്നെ 5 year പ്രാക്ടീസിങ് മുസ്ലിം, ഷോക്കേസിങ്, ഡെമോൺസ്ട്രേറ്റിംഗ് എന്ന കോൺസെപ്റ്റുകളെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഡെഫിനിഷൻ തന്നെ അൾട്ടർ ചെയ്യുന്ന ഏറ്റവും വലിയ, നേരത്തെ സൂചിപ്പിച്ച അനുച്ഛേദം 25ൻ്റെ ഏറ്റവും വലിയ വയലേഷൻ, ഫ്രീഡം ഓഫ് റിലീജിയൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വയലേഷനാണ്. പക്ഷേ അത്തരത്തിലുള്ള ആ ഒരു ആരും ചെയ്യുന്നത് കാണുന്നില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ ഇതിൽ ഈ ആർട്ടിക്കിൾ 25 വെച്ചുകൊണ്ട് അതിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്തുകൊണ്ട് പഴയ ഡെഫിനിഷനിലേക്ക് മാറ്റാൻ കഴിയില്ല എന്നതാണ് എൻ്റെ ഒരു ആശങ്ക. സാർ ആശങ്ക പറഞ്ഞ സമയത്ത് ഡെഫിനിഷൻ ഉദ്ധരിച്ചിട്ടുമില്ല, അതുകൊണ്ടാണ് ഈ ചോദ്യം ഉന്നയിച്ചത്. വഖഫ് ബൈ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി, അത് ഇപ്പോൾ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല എന്നതുകൊണ്ട് തന്നെ നിലവിൽ വഖഫ് ബോർഡിൽ രജിസ്റ്റേർഡ് ആണെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് അറൈസ് ചെയ്യാത്തിടത്തോളം പ്രശ്നമില്ല എന്ന് നമുക്ക് പറയാം. എന്നാൽ നിലവിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലൊരു പള്ളി, അത് വഖഫ് ബൈ യൂസറാണ്, പക്ഷേ രജിസ്റ്റേർഡ് അല്ല. എന്നാൽ 6 മാസത്തിനകം രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ക്ലോസും വെച്ചിട്ടുണ്ട്. നിലവിൽ പുതിയ രീതിയിൽ രജിസ്റ്റർ ചെയ്യാൻ വഖഫ് ബൈ യൂസറായിട്ടുള്ളൊരു പ്രോപ്പർട്ടിക്ക് കൃത്യമായ രേഖ ഉണ്ടാവുകയില്ല. സാറ് പറഞ്ഞതനുസരിച്ച് 6 മാസത്തിനകം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ വഖഫ് ബൈ യൂസറായിട്ടുള്ളൊരു പ്രോപ്പർട്ടി
അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നിലവിലെ കണ്ടീഷനിൽ എന്താണ് അതിൽ ചെയ്യാൻ പറ്റുന്നത്? എനിക്കാണ് ഈ രണ്ട് ചോദ്യം തന്നെ എടുക്കാൻ ഉള്ള സമയം ഉണ്ടാവുള്ളൂ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ടുള്ള ഉത്തരവാണ്. പാർലമെൻറ്റ് സുപ്രീം എന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവരികയാണ്, ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാവരും ഇവിടുന്ന് ഇന്ത്യ വിട്ടു പോകണം എന്നുള്ള നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാർലമെൻറ്റിൽ മെജോറിറ്റി ഉള്ളിടത്തോളം കാലം ആ നിയമം പാസ്സാവും. ഇത് ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള നിയമമാണോ വിരുദ്ധമായിട്ടുള്ള നിയമമാണോ എന്ന് ടെസ്റ്റ് ചെയ്യണത് പിന്നെ കോടതികളിലാണ്. അപ്പോൾ ഏത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമവും പാർലമെൻറ്റിന് പാസ്സാക്കാം. പാർലമെൻറ്റിന് ഭൂരിപക്ഷം മാത്രം മതി. ഭൂരിപക്ഷത്തിൽ മാത്രമാണ് അവിടെ പാർലമെൻറ്റ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മൾ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ ചർച്ചയിലേക്ക് പോയില്ല. നമ്മളിപ്പോൾ ഒരു ഓവറോൾ സംഗതി മാത്രമാണ് പോയിട്ടുള്ളൂ. ഞാൻ അതിന് ഒരു ഉദാഹരണം പറഞ്ഞത് ഓറൽ വഖഫിൻ്റെ കാര്യമാണ്. ഓറൽ വഖഫ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിക കൺസെപ്റ്റിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സംഗതി. ആ സംഗതി പോലും എടുത്തു കളഞ്ഞിട്ട് ഓറലായിട്ട് ആരെങ്കിലും വഖഫ് ചെയ്താൽ വഖഫ് അല്ലാണ്ടായി മാറും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതെന്തായാലും നമ്മുടെ ആർട്ടിക്കിൾ 25 ഡയറക്റ്റ് വയലേഷനാണ്. അത് ഞാൻ പറഞ്ഞത് ഇസ്ലാമിക തത്വത്തിന് വിരുദ്ധമാണ്, ശരിയ തത്വത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു നിയമമാണ് കൊണ്ടുവന്നത്. ആ നിയമവും പാർലമെൻറ്റ് പാസ്സാക്കിയില്ലേ? പാർലമെൻറ്റിൻ്റെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ എന്ത് നിയമവും പാസ്സാക്കാം. പക്ഷേ ആ നിയമം ശരിയാണോ അല്ലയെന്നുള്ളത് ടെസ്റ്റ് ചെയ്യണതാണ് ജുഡീഷ്യറിയിൽ. അവിടെയാണ് നമ്മളിപ്പോൾ ഈ ആർഗ്യുമെൻ്റെല്ലാം ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ആർഗ്യുമെൻറ്റുകളും നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ സമയപരിധി പോലെ എല്ലാത്തിലേക്കും നമ്മൾ കടന്നില്ല എന്ന് മാത്രം. പിന്നെ വഖഫ് ബൈ യൂസർ ഇപ്പോൾ ചോദിച്ചതുപോലെ ഇപ്പോൾ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത് തന്നെ രേഖകളില്ലാത്ത സ്വത്തുക്കളാണ് വഖഫ് ബൈ യൂസറായിട്ട് വരുന്നത്. അപ്പോൾ 6 മാസത്തിനുള്ളിൽ അതിനെയല്ല പറയുന്നത്. വഖഫ് ബൈ യൂസറിനെ 6 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണമെന്നല്ല പറയുന്നത്. വഖഫ് ബൈ യൂസർ സംരക്ഷിക്കപ്പെടും. പക്ഷേ സംരക്ഷിക്കപ്പെടുന്ന വഖഫ് ബൈ യൂസർ ആണെങ്കിൽ പോലും അതിനകത്ത് രേഖകളില്ലാത്ത വഖഫ് ബൈ, അതായത് രേഖകളെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാത്ത വഖഫ് ബൈ യൂസർ ആണെങ്കിൽ അതിൻ്റെ ഭാവി എന്താകും എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് നമ്മൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്.